നമസ്കാരം സുഹൃത്തുക്കളെ, 30 ഡേയ്സ് ചാലഞ്ചിന്റെ 10ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം വാങ്ങിച്ചിട്ട് നമ്മൾ ഓരോ ടോപ്പിക് ആയിട്ട് എന്ത് ചെയ്യണം, ഓരോ മൊഡ്യൂൾ ആയിട്ട് എന്ത് ചെയ്യണം, ഒരു 3 ദിവസം കൊണ്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന പോലെ സമയം നമുക്ക് 3 ദിവസം എടുത്താലും കുഴപ്പമില്ല, 4 ദിവസം എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഒരു മൊഡ്യൂൾ 4 ദിവസം എടുത്താലും നമുക്ക് ഒരു പ്രശ്നമില്ല. കാരണം നമുക്ക് എക്സാം ആകുമ്പോഴേക്കും സമാധാനത്തോടു കൂടി സിലബസ് തീർക്കാനുള്ള സൗകര്യം നമുക്കുണ്ട്, ടൈം ഉണ്ട്, ധൈര്യമായിട്ട് ഇരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് ജനറൽ നോളേജ് വിഭാഗത്തിൽ വരുന്ന 6 മൊഡ്യൂളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഏത് മൊഡ്യൂളാണ്, ഏത് മൊഡ്യൂൾ ആയിരിക്കും? നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ത്യൻ ജോഗ്രഫി എടുക്കാം. മനസ്സിലായോ? 10 മാർക്കിന് ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട്. അത് നമുക്ക് 3 ക്ലാസ് അല്ലെങ്കിൽ ജോഗ്രഫി ഒക്കെ ആകുമ്പോൾ കുറച്ച് ഡീപ്പായിട്ട് പഠിക്കേണ്ടതുണ്ടാകും, കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ടല്ലോ. അപ്പോൾ ഒരു 3 ക്ലാസ് അല്ലെങ്കിൽ 4 ക്ലാസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇന്ത്യൻ ജോഗ്രഫി തീർക്കാം കേട്ടോ. ഇന്ത്യൻ ജോഗ്രഫി, കാരണം ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഏത് കേരള ഹിസ്റ്ററി ഭാഗത്ത് നിന്ന് ഞാൻ ഏകദേശ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എടുത്തു തന്നിട്ടുണ്ട് കേട്ടോ. ചട്ടമ്പി അത് ആ കൃതികളും ഇതൊക്കെ എടുത്തു തന്നിട്ടുണ്ട്. 9 ക്ലാസ് കാണാത്തവർ തീർച്ചയായിട്ടും ആ ക്ലാസ്സുകളൊക്കെ കണ്ട് പ്രയോജനപ്പെടുത്തണം കേട്ടോ. അല്ലാതെ ഇത് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കരുത്, കാരണം അവിടെയൊക്കെ നല്ല നല്ല കണ്ടന്റുകൾ നമ്മൾ ചേർത്തിട്ടാണ് ക്ലാസ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിലെ 10 മാർക്കിലേക്ക് പോവാം. എന്നിട്ട് പിന്നെ അടുത്തൊരു 3 ദിവസം ഇതെടുക്കാം, ഇതൊരു 3 ദിവസം, ഇതൊരു 3 ദിവസം കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോഴേക്കും നമുക്ക് എക്സാമും ആകും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഏതാണ്, ജനറൽ സയൻസ് വിഭാഗത്തുണ്ട്. ചില ടോപ്പിക്കൊക്കെ നമുക്ക് 2 ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നതൊക്കെ 2 ദിവസം കൊണ്ട് തീർക്കാം. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചു. നിങ്ങൾ ഇവിടെ നന്നായി ശ്രദ്ധിക്കണേ. നമ്മൾ എടുക്കുന്നത് ഏതാണ്? ഇന്ത്യൻ ജോഗ്രഫി ആണ്. ഇന്ത്യൻ ജോഗ്രഫി ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു ടോപ്പിക് എടുക്കാം, ഇന്ത്യൻ തീരസമതലങ്ങളെ കുറിച്ചിട്ട്. ഏതാണ്? ഇന്ത്യൻ തീരസമതലങ്ങൾ. ഓക്കെ, അതിന്റെ കാര്യങ്ങൾ ഓക്കെ പഠിച്ചു പോകാം കേട്ടോ. ഇന്ത്യൻ തീരസമതലങ്ങളെ കുറിച്ചിട്ട് ആദ്യം നോക്കാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കണേ. പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് എവിടെ എത്തില്ല. പറയുന്ന കാര്യങ്ങൾ അതുകൊണ്ട് കൃത്യതയും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം എത്രയാണ്? ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം 7517 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം 7517. എന്നാൽ ഇപ്പോ ഗവൺമെന്റിന്റെ രേഖകൾ പ്രകാരം എത്രയാണ്? 11,098 കിലോമീറ്റർ ആണ് കേട്ടോ. ഇത് രണ്ടും വ്യത്യാസം പഠിക്കുക. ചിലപ്പോൾ അങ്ങനെ ചോദിച്ചാലോ, ഗവൺമെന്റിന്റെ രേഖ പ്രകാരം ചോദിച്ചാൽ ഇത്ര. ഓക്കെ, ഇനി ഇന്ത്യൻ തീരസമതലത്തെ രണ്ടായി തരംതിരിക്കാം. പശ്ചിമ തീരസമതലം അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് പടിഞ്ഞാറൻ തീരസമതലം. രണ്ടാമത്തേതാണ് പൂർവ തീരസമതലം അല്ലെങ്കിൽ ഏതാണ്? കിഴക്കൻ തീരസമതലം. പഠിച്ചോ? ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓക്കെ ആയില്ലേ? ഓക്കെ ആണ് അല്ലേ? ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പടിഞ്ഞാറൻ തീരസമതലത്തെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് നോക്കാം. പടിഞ്ഞാറൻ തീരസമതലം എന്തൊക്കെയാണ്? പടിഞ്ഞാറൻ തീരസമതലത്തെ കുറിച്ച് നിങ്ങൾക്കറിയാം. എന്താണ്? പടിഞ്ഞാറൻ തീരസമതലത്തില് ഒന്ന് വരുന്നതാണ് ഏത്? എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സവിശേഷതകള് പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ? അതായത് ഈ പടിഞ്ഞാറൻ തീരസമതലത്തിൽ തന്നെ കുറെ വിഭാഗങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഗുജറാത്ത് തീരസമതലം. പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഒന്ന് വരുന്നതാണ് ഏത്? ഗുജറാത്ത് തീരസമതലം. ഈ ഗുജറാത്ത് തീരസമതലം എന്ന് പറയുമ്പോൾ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഈ ഗുജറാത്ത് തീരസമതലം പറയുമ്പോൾ റാൻ ഓഫ് കച്ച് മുതൽ എവിടെയാണ്? റാൻ ഓഫ് കച്ച് പ്രദേശവും അതേപോലെ കച്ച് സൗരാഷ്ട്ര തീരങ്ങളും ദാമൻ ദിയു, അതുപോലെ തന്നെ ദാദ്ര നഗർ
ഹവേലി, ദാദ്ര നഗർ ഹവേലി എന്നിവ ഉൾപ്പെടുന്നതാണ് ഗുജറാത്ത് തീരസമതലം. റാൻ ഓഫ് കച്ച് ചതുപ്പ് പ്രദേശവും കച്ച് സൗരാഷ്ട്ര തീരവും ദാമന്തിയും ദാദ്ര നഗർ ഹവേലിയും ചേർന്നതാണ് ഏത് ഗുജറാത്ത് തീരസമതലം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ സബർമതിയും മാഹി നദികളുടെ എക്കൽ നിക്ഷേപത്താലാണ് ഏത് രൂപം കൊണ്ടത്? ഗുജറാത്ത് തീരസമതലം രൂപം കൊണ്ടിരിക്കുന്നത്. സബർമതി മാഹി നദികളുടെ എക്കൽ നിക്ഷേപത്താലാണ് ഇത് രൂപപ്പെട്ടിരിക്കുന്നത്. അതേപോലെ എന്തൊക്കെയാണ് ഇതിന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്? ഗുജറാത്ത് തീരസമതലത്തിന്റെ സവിശേഷതകൾ: ദ്വീപുകള്, അതുപോലെ തന്നെ ഉപദ്വീപുകളുണ്ട്, പിന്നെ കടലിടുക്കുകളുണ്ട്, ചതുപ്പ് നിലങ്ങൾ, പിന്നെ എന്താണ്, വേലിയേറ്റ ചാലുകള്, ഇതൊക്കെ നിറഞ്ഞതാണ് ഏതെന്ന് പറയുന്നത്? ഗുജറാത്ത് തീരസമതലം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ ഇവിടെ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓക്കെ ആയോ? അപ്പൊ ഇന്ത്യൻ ജോഗ്രഫിയിൽ നമ്മൾ ഇന്ന് എടുക്കുന്ന ടോപ്പിക് ഇന്ത്യൻ തീരസമതലമാണ്. നമുക്ക് ഇനി വേറെ അടുത്ത ടോപ്പിക്കും കൂടി എടുക്കാനുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാൻ. ഇന്ത്യൻ തീരസമതലങ്ങൾ എന്ന് പറയുമ്പോൾ 7517 കിലോമീറ്റർ ആണ്. ഗവൺമെന്റിന്റെ രേഖപ്രകാരം 11,098 കിലോമീറ്ററും. ഇന്ത്യൻ തീരസമതലം രണ്ടായി തരംതിരിക്കാം. പടിഞ്ഞാറൻ തീരസമതലം എന്നും കിഴക്കൻ തീരസമതലം എന്നും. പടിഞ്ഞാറിന്റെ പശ്ചിമം, കിഴക്കന്റെ പൂർവ്വം. ഇനി പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഗുജറാത്ത് തീരസമതലം. റാൻ ഓഫ് കച്ച് ചതുപ്പ് പ്രദേശവും കച്ച് സൗരാഷ്ട്ര തീരവും ദാമന്തിയും ദാദ്ര നഗർ ഹവേലിയും ഉൾപ്പെട്ടതാണ് ഗുജറാത്ത് തീരസമതലം. സബർമതിയും മാഹി എന്നീ നദികളുടെ എക്കൽ നിക്ഷേപത്താലാണ് ഗുജറാത്ത് തീരസമതലം രൂപം കൊണ്ടിരിക്കുന്നത്. ദ്വീപുകളും ഉപദ്വീപുകളും കടലിടുക്കുകളും ചതുപ്പുനിലങ്ങളും വേലിയേറ്റ ചാലുകളും ഒക്കെ എന്താണ് ഇതിന്റെ സവിശേഷത. ഇനി അതേപോലെ തന്നെ ഗുജറാത്ത് തീരസമതലത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അലാങ്, എന്താണ് അലാങ് എന്ന് പറയുന്നത്? എന്താണ് അലാങ് എന്ന് പറയുന്നത്? അതായത് അവിടുത്തെ ജനജീവിതങ്ങളും അവിടുത്തെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ ഗുജറാത്ത് തീരസമതലത്തിന്റെയാണ് നമ്മൾ പഠിക്കാൻ പോണത്. അലാങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പലുകളുടെ ശവപ്പറമ്പ് എന്ന് അറിയപ്പെടുന്നത്. എന്താണ്? കപ്പലുകളുടെ ശവപ്പറമ്പ് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? അലാങ് ആണ് അല്ലെ? അലാങ് ആണ്. പ്രീവിയസ് ചോദ്യമാണ്. അലാങ് കപ്പലുകളുടെ ശവപ്പറമ്പ് എന്ന് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ സൂററ്റും വഡോദരയും. എന്താണ്? സൂററ്റ്, വഡോദര. എന്താണ് ഇതിന്റെ പ്രത്യേകത? പരുത്തിത്തുണി വ്യവസായ കേന്ദ്രങ്ങളാണ്. ഗുജറാത്ത് തീരസമതലത്തിലെ പരുത്തിത്തുണി വ്യവസായ കേന്ദ്രങ്ങളാണ് സൂററ്റും വഡോദരയും. അതേപോലെ വെരാവലൊക്കെ പുതിയ SSCRT കിടക്കുന്നുണ്ട്. വെരാവൽ എന്താണ്? മത്സ്യബന്ധന ഹാർബർ ആണ്. ഏതാണ്? വെരാവൽ എന്താണ്? മത്സ്യബന്ധന ഹാർബർ. ചോദ്യം വരും, ഗുജറാത്ത് തീരസമതലത്തിലെ മത്സ്യബന്ധന ഹാർബറിന് ഉദാഹരണം ഏതെന്ന് ചോദിച്ചാൽ വെരാവലാണ്. മനസ്സിലായോ? വെരാവലാണ്. അതുപോലെ തന്നെ ദണ്ഡി. എന്താ ദണ്ഡി? ഓർമ്മയുണ്ടോ? ചരിത്ര പ്രാധാന്യമുള്ള തീരമാണല്ലേ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട്. ഇതൊക്കെ ഗുജറാത്ത് തീരസമതലത്തിന്റെ ഭാഗമായിട്ട് കാണാം. അതുപോലെ തന്നെ നിരവധി ഉപ്പുപാടങ്ങൾ കാണപ്പെടുന്നുണ്ട്. എവിടെ? ഗുജറാത്ത് തീരസമതലത്തിൽ കേട്ടോ. അലാങ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പഠിക്കുന്നത് ഗുജറാത്ത് തീരസമതലത്തെ കുറിച്ചിട്ടാണ്. പടിഞ്ഞാറൻ തീരസമതലമായ ഗുജറാത്ത് തീരസമതലത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അലാങ് എന്ന് പറഞ്ഞാൽ കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നു. സൂററ്റും വഡോദരയും പരുത്തിത്തുണി വ്യവസായ കേന്ദ്രങ്ങളാണ്. വെരാവൽ എന്ന് പറഞ്ഞാൽ മത്സ്യബന്ധന ഹാർബർ ആണ്. ദണ്ഡി നമുക്കറിയാം ചരിത്ര പ്രാധാന്യമുള്ള ഒരു തീരമാണ്. നിറയെ ഉപ്പുപാടങ്ങളൊക്കെ കാണപ്പെടുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ഇന്ത്യ പാക് അതിർത്തി പ്രദേശമായിട്ടുള്ള കച്ചിലെ ഒരു ലവണജല ചതുപ്പ് നിലമാണ് ഇത് റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ എപ്പോഴും പഠിക്കാറുണ്ട് ഈ റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പഠിച്ചതാണ് അല്ലെ? റാൻ ഓഫ് കച്ച്. എന്താ റാൻ ഓഫ് കച്ച് എന്ന് പറഞ്ഞാൽ? ഇന്ത്യ പാക് അതിർത്തി. എവിടെയാണ്? ഇന്ത്യ പാക് അതിർത്തി പ്രദേശമായ കച്ചില്, ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി പ്രദേശമാണ് കച്ച്. അത് ഒരു ലവണജല ചതുപ്പ് നിലമാണ് കേട്ടോ. ഒരു ലവണ ജല ചതുപ്പ് നിലമാണ് ഇത് റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത്. പഠിച്ചു വെക്കണം കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത, ഈ റാൻ ഓഫ് കച്ചിൽ എന്താണ് പ്രത്യേകത? അതായത് ഈ വെളുത്ത ഉപ്പും മണലിൽ ട്ടോ, വെളുത്ത ഉപ്പ്
കറുപ്പ് മണൽ നിറഞ്ഞ ഒരു ലവണ മരുഭൂമിയാണ്. ഒരു ലവണ മരുഭൂമിയാണ് ഏത്? റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഇനി പടിഞ്ഞാറൻ തീരസമുദ്രത്തിന്റെ ഭാഗമായ ഗുജറാത്ത് തീരസമുദ്രത്തെ കുറിച്ച് നോക്കി. ഇനി നമുക്ക് രണ്ടാമത്തേത് നോക്കണം. ഏതാണ്? കൊങ്കൺ തീരസമുദ്രം. ഇതൊക്കെ പടിഞ്ഞാറൻ തീരസമുദ്രത്തെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് കേട്ടോ. കൊങ്കൺ തീരസമുദ്രം. എന്തൊക്കെയാണ് കൊങ്കൺ തീരസമുദ്രത്തെ കുറിച്ച് പഠിക്കാനുള്ളത്? പടിഞ്ഞാറൻ തീരസമുദ്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഗുജറാത്ത് തീരസമുദ്രം കഴിഞ്ഞു. അടുത്തത് കൊങ്കൺ തീരസമുദ്രം അല്ലെ. ദാമൻ മുതൽ ഗോവ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ്. ഏത് മുതലാണ്? ദാമൻ ടു ഗോവ. ദാമൻ മുതൽ ഗോവ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് കൊങ്കൺ തീരസമുദ്രം എന്ന് പറയുന്നത്. 500 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത്. 500 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതുപോലെ തന്നെ ഈ തീരസമുദ്രം എന്ന് പറഞ്ഞാൽ കൊങ്കൺ തീരസമുദ്രം ഇടുങ്ങിയതാണ്. കൊങ്കൺ തീരസമുദ്രം എന്താണ്? ഇടുങ്ങിയതാണ്. എന്താണ് കൊങ്കൺ തീരസമുദ്രം ഇടുങ്ങാൻ കാരണം? അതായത് പശ്ചിമഘട്ട മലനിരയുണ്ടല്ലോ. എന്താണ്? പശ്ചിമഘട്ട മലനിര എന്ത് ചെയ്യുകയാണ്? ഈ തീരത്തിന് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. പശ്ചിമഘട്ട മലനിര എന്താണ്? കൊങ്കൺ തീരസമുദ്രത്തിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് കൊങ്കൺ തീരസമുദ്രം ഇടുങ്ങിയതാണ്. പഠിച്ചു വെക്കണേ. അതേപോലെ തന്നെ ഈ കൊങ്കൺ തീരസമുദ്രത്തിന്റെ വടക്കു ഭാഗം, അതായത് കൊങ്കണിന്റെ വടക്കു ഭാഗം എന്താണ് പ്രത്യേകത? വടക്കു ഭാഗത്ത് മണൽ നിറഞ്ഞ തീരങ്ങളാണ്. വടക്കു ഭാഗത്ത് മണൽ നിറഞ്ഞ തീരങ്ങളും എങ്കിൽ തെക്കു ഭാഗത്ത് എന്തായിരിക്കും? പാറക്കൂട്ടങ്ങൾ നിറഞ്ഞതാണ്. പാറക്കൂട്ടങ്ങൾ നിറഞ്ഞതാണ്. മനസ്സിലായോ? അതേപോലെ ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? ആർദ്ര കാലാവസ്ഥയാണ്. കൊങ്കൺ തീരസമുദ്രത്തിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ആർദ്ര കാലാവസ്ഥയാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകതകൾ ഇനി ഓരോരോ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഒന്ന് പഠിച്ചു വെക്കണേ. നാവശേവ തുറമുഖം. എന്താണ് നാവശേവ? നാവശേവയുടെ എന്താണ്? നവി മുംബൈ എന്ന് പറയും അല്ലേ? നവി മുംബൈ. ഓക്കെ. അതുപോലെ തന്നെ മോർമുഗാവോ. എന്താണ്? മോർമുഗാവോ. മോർമുഗാവോ തുടങ്ങിയ പ്രകൃതിദത്ത തുറമുഖങ്ങൾ. എന്താണ്? ഇത് രണ്ടും എന്താണ്? പ്രകൃതിദത്ത തുറമുഖങ്ങൾ ആണ്. ഓക്കെ. പ്രകൃതിദത്ത തുറമുഖങ്ങളാണ് നാവശേവയും മോർമുഗാവയും. കൊങ്കൺ തീരസമുദ്രത്തിന്റെ ഭാഗമാണ്. എങ്കിൽ ഇവിടെ വേറെ പഠിക്കാനുണ്ട്. ഇവിടെ ഒരു മത്സ്യബന്ധന കേന്ദ്രമുണ്ട്. മാൽപ്പേ. മാൽപ്പേ മത്സ്യബന്ധന ഹാർബർ. മത്സ്യബന്ധന ഹാർബർ എവിടെ? കൊങ്കൺ തീരസമുദ്രത്തിൽ. അത് ഏതാണ്? മാൽപ്പയാണ്. ഗുജറാത്ത് തീരസമുദ്രത്തിലെ മത്സ്യബന്ധന ഹാർബർ ഏതാ പഠിച്ചത്? വെരാവൽ അല്ലേ? ഗുജറാത്ത് തീരസമുദ്രത്തിലെ മത്സ്യബന്ധന ഹാർബർ ഏതാ പഠിച്ചത്? വെരാവൽ. എങ്കിൽ കൊങ്കൺ തീരസമുദ്രത്തിലെ മത്സ്യബന്ധന ഹാർബർ ഏതാണ്? മാൽപ്പയാണ്. മാൽപ്പയാണ്. പഠിക്കണേ. അതുപോലെ തന്നെ കപ്പൽ കേന്ദ്രങ്ങളും ഒക്കെ എവിടെയുണ്ട്? കൊങ്കൺ തീരസമുദ്രത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ ഓരോന്ന് പറയുമ്പോൾ ആ ഓരോ കാര്യങ്ങളും എന്താണ് എന്ന് പഠിക്കണം. അപ്പോൾ നമ്മൾ ഇന്ത്യൻ തീരസമുദ്രത്തെ രണ്ടായി തരംതിരിക്കാം എന്ന് പറഞ്ഞു. പടിഞ്ഞാറൻ തീരസമുദ്രമുണ്ട്, കിഴക്കൻ തീരസമുദ്രമുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിക്കുന്ന മുഴുവൻ പടിഞ്ഞാറൻ തീരസമുദ്രത്തെ കുറിച്ചിട്ടാണ്. അതിൽ ഒന്ന് പഠിച്ചു, ഗുജറാത്ത് തീരസമുദ്രം പഠിച്ചു. അതിന്റെ പ്രത്യേകതകളൊക്കെ അവിടെ പഠിച്ച് സെറ്റാക്കണം. ക്വസ്റ്റ്യൻസ് വരും. മനസ്സിലായോ? രണ്ടാമത്തെ നമ്മൾ കൊങ്കൺ തീരസമുദ്രത്തെ കുറിച്ച് ഇപ്പൊ പഠിച്ചു കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായല്ലോ? പഠിച്ചല്ലോ? ഇനി തെറ്റിക്കാൻ പാടില്ല. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് നോക്കിയാലോ? അടുത്തത് മലബാർ തീരസമതലം. അടുത്തത് ഏതാണ്? മലബാർ. മലബാർ തീരസമതലം. ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം. ഇതെല്ലാം പടിഞ്ഞാറൻ തീരസമുദ്രത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. ഓക്കെ. ജനവാസമില്ലാത്ത, അതായത് ഇവിടെ ശ്രദ്ധിക്കണേ, മലബാർ തീരസമതലം എന്ന് പറയുമ്പോ മംഗലാപുരം മുതൽ, എവിടെയാണ്? മംഗലാപുരം മുതൽ കന്യാകുമാരി
കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നതാണ്. മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് മലബാർ തീരസമതലം എന്ന് പറയുന്നത്. 580 കിലോമീറ്റർ ആണ്. എന്താണ്? 580 കിലോമീറ്റർ ആണ് എന്ത് പറയുന്നത്? മലബാർ തീരസമതലത്തിന്റെ നീളം, ദൈർഘ്യം എന്ന് പറയുന്നത്. അതായത് കൊങ്കൺ തീരം 500 പറഞ്ഞത് അല്ലേ? കൊങ്കൺ തീരത്തേക്കാൾ വീതി കൂടുതലാണ് മലബാർ തീരസമതലത്തിന്. കൊങ്കൺ 500 ആണെങ്കിൽ മലബാർ 580 കിലോമീറ്റർ ആണ്. അതേപോലെ തന്നെ അവിടെ ഒരുപാട് പ്രത്യേകതയുണ്ട് അല്ലേ? എന്താണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇത്? കായലുകൾ എന്ന് പറയുന്നത്. മലബാർ തീരസമതലം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഭാഗമല്ലേ മലബാർ? ആണ് അല്ലേ? കായലുകളില്ലേ ഉണ്ട് അല്ലേ? അതേപോലെ തന്നെ കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ അല്ലേ? കോട്ടപ്പുറം ടു കൊല്ലം. എന്താ പ്രത്യേകത പറയ്? കോട്ടപ്പുറം ടു കൊല്ലം. ഇപ്പൊ കൊല്ലം ഇപ്പൊ നിലവിൽ കോഴിക്കോടാണ് കേട്ടോ. അപ്ഡേഷൻ കോഴിക്കോടാണ്. കോട്ടപ്പുറം ടു കൊല്ലം ആണ് NW3 എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പൊ കോട്ടപ്പുറം മുതൽ കോഴിക്കോട് വരെയാണ് NW3 എന്താണ് നിറഞ്ഞു കിടക്കുന്നത്. അപ്പോ എന്താണ്? ഇതൊരു ഗതാഗത യോഗ്യമായ സ്ഥലമാണല്ലേ? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയ ജലപാതകളിൽ ഒന്നായ NW3 മലബാർ തീരസമതലത്തിന്റെ ഭാഗമാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ വർക്കല, ഏഴിമല, പിന്നെ ബേക്കൽ ല്ലേ? ബേക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഈ തീരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉയർന്നു കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മുഴുപ്പിലങ്ങാട് ബീച്ച് കേട്ടിട്ടില്ലേ? മുഴുപ്പിലങ്ങാട് ബീച്ച്, പിന്നെ ചാവക്കാട് ബീച്ച്, കോവളം ബീച്ചൊക്കെ എന്താണ്? ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന സ്ഥലമാണ് അല്ലേ? ഇതൊക്കെ മലബാർ തീരസമതലത്തിന്റെ ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ കടലുണ്ടി പക്ഷി സങ്കേതം, കടലുണ്ടി പക്ഷി സങ്കേതം, കുമരകം പക്ഷി സങ്കേതം, പാതിരാമണല് ഇല്ലേ? പാതിരാമണൽ ദ്വീപ്. ഇതൊക്കെ എന്താണ്? ദേശാടന പക്ഷികൾക്ക് സംരക്ഷണം നൽകുന്ന സ്ഥലങ്ങളാണ് അല്ലേ? കടലുണ്ടിയും കുമരകവും പാതിരാമണലും ഇതൊക്കെ മലബാർ തീരസമതലത്തിന്റെ ഭാഗമാണ്. മനസ്സിലായിട്ടുണ്ടോ? നീണ്ടകര തുറമുഖം, അല്ലേ? നീണ്ടകര തുറമുഖം, പൊന്നാനി തുറമുഖം, മുനമ്പം, ബേപ്പൂര്, ഇതൊക്കെ ഏതാ? മലബാർ തീരസമതലത്തിന്റെ ഭാഗങ്ങളാണ്. പഠിച്ചു വെച്ചോ? മലബാർ തീരസമതലത്തിന്റെ ഭാഗമായ ഗുജറാത്ത് തീരസമതലവും കൊങ്കൺ തീരസമതലവും മലബാർ തീരസമതലം. ഇനി നോ ഡൗട്ട് സെറ്റ് ആണോ? സെറ്റ് ആക്കണം നിങ്ങൾ കേട്ടോ. ഇനി നമുക്ക് കിഴക്കൻ തീരസമതലത്തിലേക്ക് കടന്നാലോ? പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ 3 നോക്കി. ഇനി നമുക്ക് കിഴക്കൻ തീരസമതലത്തെ കുറിച്ചിട്ട് നോക്കാം. കിഴക്കൻ തീരസമതലത്തിന്റെ മറ്റൊരു പേര് എന്താ? പൂർവ്വ തീരസമതലം അല്ലേ? പൂർവ്വ തീരസമതലം എന്ന് പറയും. എങ്കിൽ നമുക്ക് ഓരോരോ കാര്യം നോക്കാം. കിഴക്കൻ തീരസമതലം വ്യാപിച്ചു കിടക്കുന്നത് എവിടെ മുതൽ എവിടെ വരെയാണ്? പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന താരതമ്യേന വീതി കൂടിയ തീരസമതലമാണ് കിഴക്കൻ തീരസമതലം. നന്നായിട്ട് ശ്രദ്ധിച്ചോ. പൂർവ്വഘട്ടത്തിനും, അവിടെ നമ്മൾ എന്താ പടിഞ്ഞാറൻ തീരസമുദ്രത്തില് പശ്ചിമഘട്ടം പറഞ്ഞു അല്ലെ? ഇവിടെ പൂർവ്വഘട്ടത്തിനും, അവിടെ അറബിക്കടലാണെങ്കിൽ ഇവിടെ ഏതാണ്? ബംഗാൾ ഉൾക്കടലിനുമാണ്. എപ്പോഴും കിഴക്ക് എന്ന് പറയുമ്പോൾ ബംഗാളാ വരിക. കിഴക്ക് എന്ന് പറയുമ്പോൾ ബംഗാൾ വരും, പടിഞ്ഞാറ് എന്ന് വരുമ്പോൾ അറബിക്കടലും വരും. അവിടെ ശ്രദ്ധിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. ഓക്കെ, പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും മധ്യയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിച്ചോ, ഈ പോയിന്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. വീതി കൂടിയ തീരസമതലമാണ്. എന്നാൽ പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കുറവാണ്. കിഴക്കൻ തീരസമതലത്തിന് വീതി കൂടുതലാണ്, പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കുറവാണ്. ഓക്കെ, ഇവിടെ വീതി കൂടിയതാണ് കിഴക്കൻ തീരസമതലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. 1800 കിലോമീറ്റർ നീളം അല്ലേ? 1800 കിലോമീറ്റർ നീളമുണ്ട്. കാരണം മഹാനദി ഡെൽറ്റ ഇല്ലേ? മഹാനദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. മഹാനദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു. മനസ്സിലായോ? അതേപോലെ തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഇതൊരു ഉയർത്തപ്പെട്ട തീരമാണ്. ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള പോയിന്റുകളാണ് PSCക്ക് വരിക. ഉയർത്തപ്പെട്ട തീരമാണ്. അപ്പോ പടിഞ്ഞാറൻ തീരസമതലം എന്തായിരിക്കും? അതിന്റെ ഓപ്പോസിറ്റ് താഴ്ത്തപ്പെട്ട തീരമായിരിക്കും. മനസ്സിലായോ? അപ്പൊ കിഴക്കൻ തീരസമതലത്തിന് വീതിയും കൂടുതലാണ്, ഉയർത്തപ്പെട്ട തീരവുമാണ്. പഠിച്ചു വെക്കണം. ഇനി
ഈ കിഴക്കൻ തീരസമുദ്രത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ് വടക്കൻ സിർക്കാസ് എന്നറിയപ്പെടുന്നത്. ഏതാണ്? വടക്കൻ സിർക്കാസ്. മനസ്സിലായോ? എന്താണ് ഇവിടെ ഈ പശ്ചിമ തീരത്തെ അപേക്ഷിച്ചിട്ട് ഇപ്പൊ പടിഞ്ഞാറൻ തീരസമുദ്രത്തിന്, അത് ഞാൻ ലാസ്റ്റ് ആ പോയിന്റുകൾ ഒന്നും കൂടി പറഞ്ഞു തരാം കേട്ടോ. എന്താണ് പശ്ചിമ തീരത്തെ അപേക്ഷിച്ചിട്ട് ഇവിടെ എന്താണ് തുറമുഖങ്ങൾ കുറവാണ് കേട്ടോ. ഇവിടെ തുറമുഖം കുറവാണ്. മനസ്സിലായി? തുറമുഖം കുറവാണ്. പക്ഷെ വീതി കൂടുതലാണ്, ഉയർത്തപ്പെട്ട തീരമാണ്. എന്നാൽ തുറമുഖങ്ങൾ ഇവിടെ കുറവാണ്. കിഴക്കൻ തീരസമുദ്രത്തിൽ തുറമുഖങ്ങൾ കുറവാണ്. ഓക്കെ. അതേപോലെ തന്നെ ഉത്കൽ തീരങ്ങൾ ഒഡീഷയിലാണ് അല്ലെ. ഉത്കൽ പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. ഉത്കൽ തീരം സ്ഥിതി ചെയ്യുന്നത് എവിടെ ചോദിച്ചിട്ടുണ്ട്? ഒഡീഷയിലാണ്. പിന്നെ ആന്ധ്രാപ്രദേശ്, ഈ തീരങ്ങളൊക്കെ കാണപ്പെടുന്നത് കിഴക്കൻ തീരസമുദ്രത്തിലാണ്. മനസ്സിലായോ? എങ്ങനെയാണ് ഈ കിഴക്കൻ തീരസമുദ്രം രൂപം കൊണ്ടത്? കിഴക്കൻ തീരസമുദ്രം എങ്ങനെ രൂപം കൊണ്ടു? നമുക്കറിയാം, ഉപദ്വീപീയ നദികളായ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന മഹാനദിയും ഗോദാവരിയും കൃഷ്ണാനദിയും, മഹാനദി, ഗോദാവരി, കൃഷ്ണ എന്നീ നദികളുടെ ഡെൽറ്റ നിക്ഷേപങ്ങൾ രൂപം കൊണ്ടിട്ടാണ് കിഴക്കൻ തീരസമുദ്രങ്ങൾ രൂപം കൊണ്ടത്. ഇനി പ്രധാനപ്പെട്ട തടാകങ്ങൾ ഏതൊക്കെയാണ്? ചിൽക്കയും കൊല്ലേരും. ഏതൊക്കെയാണ്? ചിൽക്ക ആൻഡ് കൊല്ലേരു. കിഴക്കൻ തീരസമുദ്രത്തിന്റെ ഭാഗമായിട്ട് വരുന്ന തടാകങ്ങളാണ് ചിൽക്കയും കൊല്ലേരും. ചിൽക്ക, കൊല്ലേരു. അതുപോലെ തന്നെ തുറമുഖങ്ങൾ ഉണ്ട്. ഏതൊക്കെയാണ്? വിശാഖപട്ടണം തുറമുഖം. ഏതാണ്? വിശാഖപട്ടണം തുറമുഖം. മസൂലിപട്ടണം. ഏതാണ്? മസൂലിപട്ടണം. വിശാഖപട്ടണം, മസൂലിപട്ടണം, ഈ തുറമുഖങ്ങളൊക്കെ കിഴക്കൻ തീരസമുദ്രത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. മനസ്സിലായോ? ഇനി അതേപോലെ തന്നെ അടുത്ത് നമുക്ക് പഠിക്കാനുണ്ട്, കിഴക്കൻ തീരസമുദ്രത്തിന്റെ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കോറമാൻഡൽ തീരമാണ്. കോറമാൻഡൽ. ഓക്കെ, നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് കോറമാൻഡൽ തീരത്തെ കുറിച്ചിട്ടാണ്. കോറമാൻഡൽ തീരം. ഓക്കെ, തീരസമതലം. കോറമാൻഡൽ തീര സമതലത്തെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ ഈ കോറമാൻഡൽ തീരത്തിന്റെ പ്രത്യേകത എന്താണ്? കൃഷ്ണ നദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നത്. കൃഷ്ണ നദി ഡെൽറ്റ കേട്ടോ. കൃഷ്ണ നദി ഡെൽറ്റ മുതൽ ഏതുവരെയാണ്? കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് കോറമാൻഡൽ തീരം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കാവേരി ഡെൽറ്റയും ഇതിന്റെ ഭാഗമായിട്ട് വരും. മനസ്സിലായോ? കാവേരി ഡെൽറ്റയും ഇതിന്റെ ഭാഗമായിട്ട് വരും. ഇവിടെ ഫലഭൂയിഷ്ടമായുള്ള എക്കൽ മണ്ണുണ്ട്. ആ എക്കൽ മണ്ണ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട തടാകമായ പുലിക്കെട്ട് തടാകം സ്ഥിതി ചെയ്യുന്നത്. പുലിക്കെട്ട് തടാകം സ്ഥിതി ചെയ്യുന്നത് കോറമാൻഡൽ തീരത്താണ്. എന്താണ് പുലിക്കെട്ട് തടാകത്തിന്റെ പ്രത്യേകത? നമുക്കറിയാം അല്ലെ, സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശ്രീഹരിക്കോട്ടയിലാണ് അല്ലെ. ISROയുടെ വിക്ഷേപണങ്ങൾ നടക്കുന്നത് ശ്രീഹരിക്കോട്ടയിലാണ് അല്ലെ. ആ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് പുലിക്കെട്ട് തീരത്താണ്. പിന്നെ പോയിന്റ് കാലിമർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? പോയിന്റ് കാലിമർ. പോയിന്റ് കാലിമർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏതിന്റെ ഭാഗമായിട്ടാണ്? കോറമാൻഡൽ തീരത്തിന്റെ ഭാഗമാണ്. പിച്ചാവാരം കണ്ടൽക്കാട് സ്ഥിതി ചെയ്യുന്നത്. പിച്ചാവാരം കണ്ടൽക്കാട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എവിടെയാണ്? കോറമാൻഡൽ തീരത്തിന്റെ അടുത്താണ്. ഇവിടെയുള്ള മത്സ്യബന്ധന ഹാർബർ ആണ് നാഗപട്ടണവും കടലൂരും. നാഗപട്ടണം, കടലൂര്. ഇതെന്താ ഇതിന്റെ പ്രത്യേകത? ഇത് മത്സ്യബന്ധന ഹാർബർ ആണ്. മത്സ്യബന്ധന ഹാർബർ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു, മാൽപ്പേ ഒരു മത്സ്യബന്ധന ഹാർബർ എവിടെ വരും എന്ന് പറഞ്ഞു. കൊങ്കണിൽ വരും പറഞ്ഞു. ഗുജറാത്തിൽ ഒരു മത്സ്യബന്ധന ഹാർബർ പഠിച്ചു. ഏതാണ്? വെരാവല് പഠിച്ചു. ഇവിടെ നാഗപട്ടണവും കടലൂരും പഠിച്ചു. എവിടെയാണ് മത്സ്യബന്ധന ഹാർബർ? കോറമാൻഡൽ തീരത്താണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെക്ഷൻ തിരിച്ചിട്ട് തന്നെ പഠിക്കണം കേട്ടോ. അതുപോലെ തന്നെ മറീന ബീച്ച്. മനസ്സിലായോ? മറീന ബീച്ച് ചെന്നൈ തീരത്തെ അല്ലേ സ്ഥിതി ചെയ്യുന്നത്? കോറമാൻഡൽ തീരത്താണ്. ഇനി ഇവിടെയുള്ള തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? കോറമാൻഡൽ തീരത്തുള്ള തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? കാണ്ടില തുറമുഖം. ഏതാണ്? കാണ്ടില തുറമുഖം. മുംബൈ തുറമുഖം. കാണ്ടില, മുംബൈ. നവശേവ തുറമുഖം. മർമഗോവ. ഏതാണ്? മർമഗോവ. മംഗലാപുരം തുറമുഖം. കൊൽക്കത്ത. പാരാദ്വീപ്.
പാരദീപ്, വിശാഖപട്ടണം, 800, ചെന്നൈ, തൂത്തുക്കുടി ഈ തുറമുഖങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നു. മനസ്സിലായോ? കാണ്ഡല തുറമുഖം, മുംബൈ തുറമുഖം, നാവശേവ, മർമഗോവ, മംഗലാപുരം, കൊച്ചി, കൊൽക്കത്ത, പാരദീപ്, വിശാഖപട്ടണം, 800, ചെന്നൈ, തൂത്തുക്കുടി ഇതൊക്കെ ഏതിന്റെ ഭാഗമാണ്? കോറമാൻഡൽ തീരസമതലത്തിന്റെ പ്രത്യേകതകളാണ്. ഇനി ഇവിടെ ഓക്കെ, അങ്ങനെ നമ്മൾ തീരസമതലത്തിന്റെ ടോപ്പിക് അവിടെ തീർത്തു. തീരസമതലത്തിന്റെ വിസ്തൃതി എത്രയാണെന്ന് പഠിച്ചു. തീരസമതലത്തെ രണ്ടായി തരംതിരിക്കാം എന്ന് പറഞ്ഞു. പടിഞ്ഞാറൻ തീരസമതലം എന്നും കിഴക്കൻ തീരസമതലം എന്നും പറഞ്ഞു. പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഗുജറാത്ത് തീരസമതലവും കൊങ്കൺ തീരസമതലവും അതേപോലെ തന്നെ മലബാർ തീരസമതലത്തിന്റെയും പ്രത്യേകത പഠിച്ചു. അടുത്ത കിഴക്കൻ തീരസമതലത്തിലേക്ക് വന്നു. കിഴക്കൻ തീരസമതലത്തിന്റെ ഭാഗമായിട്ടുള്ള വടക്കൻ സിർക്കാസിനെ കുറിച്ചിട്ടും കോറമാൻഡൽ തീരത്തെ കുറിച്ചിട്ടും നമ്മൾ പഠിച്ചു. അതവിടെ കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ ഈ ഒരു 3 പ്രത്യേകതകൾ ഒന്ന് പഠിക്കണേ. പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കുറവാണ്, കിഴക്കൻ തീരസമതലത്തിന് വീതി കൂടുതലാണ്. പടിഞ്ഞാറൻ തീരസമതലം താഴ്ത്തപ്പെട്ട തീരമാണ്, ഇത് ഉയർത്തപ്പെട്ട തീരമാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിൽ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു, കിഴക്കൻ തീരസമതലത്തിൽ ഡെൽറ്റകൾ കാണപ്പെടുന്നു. മനസ്സിലായോ? നമ്മൾ തീരസമതലങ്ങൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ഇന്ത്യൻ തീരസമതലം കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ദ്വീപുകൾ എന്ന ടോപ്പിക്കാണ്. ഏതാണ്? ദ്വീപുകൾ എന്ന ടോപ്പിക്. ദ്വീപുകൾ എന്നതിൽ ലക്ഷദ്വീപ് ഉണ്ട് അല്ലെ? ഏതാണ്? ലക്ഷദ്വീപ് ഉണ്ട്. പിന്നെ ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ഉണ്ട് അല്ലെ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. ഓക്കെ, നമുക്ക് ഇതിന്റെ രണ്ടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കാം. അപ്പൊ നമുക്ക് ലക്ഷദ്വീപിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ലക്ഷദ്വീപിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ പഠിക്കാം? എവിടെയാണ് ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? അറബിക്കടലിലാണ്. എവിടെയാണ്? അറബിക്കടലിലാണ് ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. കേരള തീരത്ത് നിന്നും ഒരു 280 to 480 കിലോമീറ്റർ മാറിയിട്ടാണ്. കേരള തീരത്ത് നിന്ന് ഒരു 280 to 480 കിലോമീറ്റർ മാറിയിട്ട് അറബിക്കടലിലായിട്ടാണ് ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. പവിഴപ്പുറ്റുകളാൽ രൂപപ്പെട്ടതാണ്. എന്താണ്? പവിഴപ്പുറ്റുകളാൽ രൂപപ്പെട്ടതാണ്. അതേപോലെ 36 ദ്വീപുകളാണ് ലക്ഷദ്വീപിലുള്ളത്. അതിൽ 10 എണ്ണത്തിലാണ് എന്തുള്ളത്? ജനവാസം ഉള്ളത്. ജനങ്ങൾ വസിക്കുന്നത് 10 ദ്വീപുകളിൽ മാത്രമേ ഉള്ളൂ. തലസ്ഥാനം എവിടെയാണ്? തലസ്ഥാനം ലക്ഷദ്വീപിന്റെ തലസ്ഥാനം എവിടെയാണ്? കവരത്തിയാണ്. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തിയാണ്. ഇനി 36 ദ്വീപുകളിൽ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ആന്ത്രോത്താണ്. ഏതാണ്? ആന്ത്രോത്താണ് ഏറ്റവും വലിയ ദ്വീപ്. അതേപോലെ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട തൊഴിൽ എന്താന്ന് ചോദിച്ചാൽ മത്സ്യബന്ധനമാണ്. തൊഴിൽ എന്താണ്? മത്സ്യബന്ധനമാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട മത്സ്യം ഏതാന്ന് ചോദിച്ചാൽ ചൂരയാണ്. ഏതാണ്? ചൂരയാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി ഏതാന്ന് ചോദിച്ചാൽ തെങ്ങാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി ഏതാണ്? തെങ്ങാണ് കേട്ടോ. അതുപോലെ കയർ നിർമ്മാണം, കൊപ്ര നിർമ്മാണം ഒക്കെ എന്താണ്? അവിടുത്തെ പ്രത്യേകതകളാണ്. കൃഷി ഇതിന്റെ പ്രത്യേകതകളാണ്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് ലക്ഷദ്വീപിനെ കുറിച്ച് പഠിക്കേണ്ടത്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്നു. കേരള തീരത്തിൽ നിന്നും 280 to 480 കിലോമീറ്റർ മാറിയിട്ട് സ്ഥിതി ചെയ്യുന്നു. പവിഴപ്പുറ്റുകളാൽ ഉണ്ടായതാണ്. 36 ദ്വീപുകളാണ് ലക്ഷദ്വീപിലുള്ളത്. 10 എണ്ണത്തിലാണ് ജനവാസമുള്ളത്. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തിയാണ്. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്താണ്. മത്സ്യബന്ധനമാണ് പ്രധാനപ്പെട്ട തൊഴിൽ മാർഗം. പ്രധാനപ്പെട്ട മത്സ്യം ചൂരയാണ്. പ്രധാനപ്പെട്ട കൃഷി എന്ന് വെച്ചാൽ തെങ്ങാണ് കേട്ടോ. ഇനി നമുക്ക് ആൻഡമാൻ നിക്കോബാറിനെ കുറിച്ചിട്ട് നോക്കാം. എന്താണ് ആൻഡമാൻ നിക്കോബാറിൽ പഠിക്കാനുള്ളത്? ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ അറബിക്കടലിലാണെങ്കിൽ ഇവിടെ എന്താണ്? ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്നു. പിന്നെന്താ പറയാ? ഈ ആൻഡമാനെയും നിക്കോബാറിനെയും രണ്ടും വേറെ വേറെയാണ് അല്ലെ? ആൻഡമാൻ ആൻഡ് നിക്കോബാർ. ഈ ആൻഡമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്ന ചാനൽ ഏതാണ്? ഏഷ്യാനെറ്റ് അല്ല, 10 ഡിഗ്രി ചാനലാണ്. ഏതാണ്? 10 ഡിഗ്രി ചാനലാണ്. ആൻഡമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്ന ചാനൽ ഏതാണ്? 10 ഡിഗ്രി ചാനലാണ്. അതുപോലെ തന്നെ ഇവിടെ കാണപ്പെടുന്ന ഒരു ദ്വീപാണ് ബാരൻ ദ്വീപ്. ബാരൻ ദ്വീപ് കാണപ്പെടുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാറിലാണ്. എന്താണ് ഈ ബാരൻ ദ്വീപിന്റെ പ്രത്യേകത? ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമാണ്. ഏതാണ്? ഇന്ത്യയിലെ ഏക സജീവ എത്ര പ്രാവശ്യം PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്നറിയോ? ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏത് എന്ന് ചോദിച്ചാൽ അത് ബാരൻ ദ്വീപാണ്. മനസ്സിലായോ? എത്ര ദ്വീപുണ്ട് ഇവിടെ? 572. ഇത് പ്രീവിയസ് ചോദ്യമാണ്. 572 ദ്വീപുണ്ട്. അതിൽ 38 എണ്ണത്തിൽ മാത്രമാണ് എന്തുള്ളത്? ജനവാസം ഉള്ളത്. മനസ്സിലായോ? അതേപോലെ തലസ്ഥാനം എവിടെയാണ്?
ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനം എവിടെയാണ്? പോർട്ട് ബ്ലെയർ ആണ്. എന്താണ്? പോർട്ട് ബ്ലെയർ. അപ്പൊ ലക്ഷദ്വീപിന്റെ തലസ്ഥാനം എവിടെയാ? കവരത്തി. ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ. ഓക്കെ. ഇനി ഇന്ദിരാ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എന്താണ്? ഇന്ദിരാ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാറിലാണ്. എന്താ ഇന്ദിരാ പോയിന്റിന്റെ പ്രത്യേകത? ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റമാണ് അല്ലേ? ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റം ഏതാണ്? ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റം എന്ന് പറയുന്നത് ഇന്ദിരാ പോയിന്റ് ആണ്. മനസ്സിലായോ? ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റമായ ഇന്ദിരാ പോയിന്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഗ്രേറ്റ് നിക്കോബാറിലാണ്. എവിടെയാണ്? ഗ്രേറ്റ് നിക്കോബാർ. ആൻഡമാൻ നിക്കോബാർ എന്ന് പറയാൻ പാടില്ല. ഗ്രേറ്റ് നിക്കോബാറിലാണ് ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റമായ ഇന്ദിരാ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലായോ? അവിടെ നല്ല രീതിയിൽ മഴ ലഭിക്കും. മനസ്സിലായോ? നിക്കോബാർ ദ്വീപുകളിലുണ്ടല്ലോ, ഈ നിക്കോബാർ ദ്വീപുകളിൽ ധാരാളം മഴ ലഭിക്കും. അതുകൊണ്ട് തന്നെ എന്താ ഈ മഴ ലഭിച്ചു കഴിഞ്ഞ പ്രത്യേകത? അവിടെ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ ധാരാളമായിട്ട് കാണപ്പെടും. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ ധാരാളമായിട്ട് കാണപ്പെടും. എവിടെ? നിക്കോബാറിൽ കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ലക്ഷദ്വീപിനെ കുറിച്ചിട്ട്, ദ്വീപുകളായ ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാറെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, നമ്മൾ അങ്ങനെ 2 ടോപ്പിക് കഴിഞ്ഞു. തീരസമതലങ്ങൾ കഴിഞ്ഞു, ദ്വീപുകൾ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് എന്തെടുക്കാം? നദികൾ എടുക്കാം. ഏതാണ്? നദികൾ കേട്ടോ. ഇന്ത്യൻ നദികളെ കുറിച്ചിട്ടൊന്ന് ഓട്ടിച്ച് വായിച്ചു പോകാം. ഓക്കെ, ഈ നദികളിൽ തന്നെ വൃഷ്ടിപ്രദേശമുണ്ട്. എന്താണ്? വൃഷ്ടിപ്രദേശം. ഈ 3ന്റെ പ്രത്യേകത ഒന്ന് പഠിക്കണേ. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഇത് ഇവിടെ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. വൃഷ്ടിപ്രദേശമുണ്ട്, നീർത്തടമുണ്ട്, അതുപോലെ തന്നെ ജലവിഭാജകവും ഉണ്ട്. വാട്ടർ ഡിവൈഡ്, ജലവിഭാജകം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷില് വാട്ടർ ഡിവൈഡ് കേട്ടോ. അപ്പൊ എന്താണ് ഈ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത്? അതായത് ഒരു നദി ഒന്ന് മനസ്സിൽ സങ്കല്പിക്കേ. ആ നദിയിലേക്ക് ജലം ഒഴുകിയെത്തും അല്ലെ? ഒരു നദിയിലേക്ക് എന്ത് ചെയ്യും? വെള്ളം ഇങ്ങനെ ഒഴുകിയെത്തും. ആ നിശ്ചിത പ്രദേശമാണ് ഏത്? ആ നദിയുടെ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത്. ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന ആ പ്രദേശം, ഒഴുകിയെത്തുന്ന നിശ്ചിത പ്രദേശമാണ് ഏത് എന്ന് പറയുന്നത്? വൃഷ്ടിപ്രദേശം എന്ന് പറഞ്ഞാൽ മനസ്സിൽ സങ്കല്പിച്ചോ? ഒരു നദിയിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഒരു നദി മനസ്സിൽ കണ്ടേ. ആ നദിയിലേക്ക് മറ്റൊരു ഭാഗത്ത് നിന്ന് ജലം ഇങ്ങനെ ഒഴുകി എത്തുകയാണ്. ആ ഒഴുകി എത്തുമ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കും അല്ലെ? ആ എത്തുന്ന പ്രദേശമാണ് ഏത്? വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത്. എങ്കിൽ നീർത്തടം എന്താണ്? ഒരു നദി. അതേപോലെ തന്നെ അതിന്റെ കൂടെ നദിക്ക് എന്തും ഉണ്ടാകും? പോഷക നദികളും ഉണ്ടാകും അല്ലെ? ആ നദികളും പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശമാണ് ഏത് എന്ന് പറയുന്നത്? നീർത്തടം എന്ന് പറയുന്നത്. ഇനി എന്താണ് ജലവിഭാജകം എന്ന് പറഞ്ഞത്? 2 നീർത്തടങ്ങളെ തമ്മിൽ, ഇപ്പൊ ഇവിടെ ഒരു നീർത്തടം പറഞ്ഞു അല്ലെ? നമ്മൾ ഈ നീർത്തടം പറഞ്ഞു, ഒരു നദിയും അതിന്റെ പോഷക നദികളും ഉൾപ്പെടുന്നതാണ് നീർത്തടം എന്ന് പറഞ്ഞു. എന്നാൽ 2 നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് ഏത് എന്ന് പറയുന്നത്? ജലവിഭാജകം എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായോ? അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയില് ശ്രദ്ധിക്കണേ, മഹാനദികളുണ്ട്. മനസ്സിലായോ? മഹാനദികളുണ്ട്, അതുപോലെ തന്നെ ഇടത്തരം നദികളുണ്ട്, പിന്നെ ചെറുനദികളുണ്ട്. മനസ്സിലായോ? ഇങ്ങനെ 3 ആക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ മഹാനദികൾ എന്ന് പറഞ്ഞാൽ 20,000 ചതുരശ്ര കിലോമീറ്റർ കൂടുതൽ വ്യാപ്തിയുള്ള നദീതടങ്ങളായിരിക്കും. 20,000 ചതുരശ്ര കിലോമീറ്റർ കൂടുതൽ വ്യാപ്തിയുള്ള നദീതടങ്ങളാണ് ഏത്? മഹാനദി ഘട്ടത്തിൽ വരിക. മനസ്സിലായോ? അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഏതൊക്കെ നദികൾ വരാം? സിന്ധു, അതുപോലെ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, പിന്നെ കൃഷ്ണ, പിന്നെ താപ്തി, നർമ്മദ, അങ്ങനെ തുടങ്ങിയിട്ട് 14 നദികളാണ് ഏതിൽ വരുന്നത്? മഹാനദി എന്ന വിഭാഗത്തിൽ വരുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞപ്പോൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, കൃഷ്ണ, താപ്തി, നർമ്മദയൊക്കെ വരുന്നുണ്ട്. 14 നദികളാണ് മഹാനദി ഘട്ടത്തിൽ വരുന്നത്.
ഇനി നമുക്ക് ഇടത്തര നദികൾ എന്ന് പറഞ്ഞാൽ 2000 മുതൽ എത്ര വരെ ആയിരിക്കും? 20,000 വരെ അല്ലെ? 20,000 ചതുരശ്ര കിലോമീറ്റർ വരെ വ്യാപ്തിയുള്ളതാണ് ഇടത്തരം നദി എന്ന് പറയുന്നത്. ഇതില് 44 നദികളുണ്ട്. മനസ്സിലായോ? 44 നദീതടങ്ങൾ ഇടത്തരം നദിയിൽ വരുന്നുണ്ട്. ഇടത്തരം നദിക്ക് ഉദാഹരണം ഏതൊക്കെയെന്ന് ചോദിച്ചാൽ കാളിന്തി നദി, അതുപോലെ തന്നെ നമ്മുടെ പെരിയാർ, ഭാരതപ്പുഴ, ഇതൊക്കെ SCERT-യിലുള്ളതാണ് കേട്ടോ. കാളിന്തി, പെരിയാർ, ഭാരതപ്പുഴ ഇതൊക്കെ ഏതാണ്? ഇടത്തരം നദികളിൽ വരുന്നതാണ്. മനസ്സിലായോ? ഇനി നമുക്ക് ചെറുനദികൾ നോക്കാം. ഈ ചെറുനദികൾ എന്ന് പറഞ്ഞാൽ 2000 ചതുരശ്ര കിലോമീറ്ററിൽ കുറവ് വ്യാപ്തി ഉള്ളതാണ് ചെറുനദികൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഈ മഴ കുറഞ്ഞിട്ടുള്ള പ്രദേശങ്ങളൊക്കെ ഉണ്ടാവില്ല, ചില പ്രദേശങ്ങളിലൊന്നും മഴ ഭയങ്കര കുറവായിരിക്കും അല്ലെ? ആ പ്രദേശങ്ങളിലെ നദികളൊക്കെ എന്താണ്? ചെറുനദികൾ എന്ന ഉദാഹരണത്തിൽ വരുന്നതാണ്. അപ്പൊ നദികളിന്റെ ഒരു അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നദികളിൽ തന്നെ വൃഷ്ടി പ്രദേശമുണ്ട്, നീർത്തടമുണ്ട്, ജലവിഭാജകം പറഞ്ഞു. വൃഷ്ടി പ്രദേശം പറഞ്ഞാൽ ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത പ്രദേശമാണ് വൃഷ്ടി പ്രദേശം. നീർത്തടം എന്താണെന്ന് ചോദിച്ചാൽ ഒരു നദിയും അതിന്റെ പോഷക നദികളും ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് നീർത്തടം എന്ന് പറഞ്ഞാൽ. എന്നാൽ രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നതാണ് ജലവിഭാജകം എന്ന് പറഞ്ഞു. ഇന്ത്യയിൽ 3 തരത്തിലുള്ള നദികളുണ്ട്. മഹാനദിയുണ്ട്, ഇടത്തരമുണ്ട്, ചെറുനദികളുണ്ട്. മഹാനദി എന്ന് പറഞ്ഞാൽ 20,000 ചതുരശ്ര കിലോമീറ്റർ കൂടുതലുള്ള നദികളാണ് മഹാനദികൾ. 14 നദികൾ അതിൽ വരും എന്ന് പറഞ്ഞു. ഇടത്തരം നദികൾ എന്ന് പറഞ്ഞാൽ 2000 മുതൽ 20,000 ചതുരശ്ര കിലോമീറ്റർ വരെ വ്യാപ്തിയുള്ളതാണ് ഇടത്തരം നദികൾ എന്ന് പറഞ്ഞാൽ. 44 നദികൾ അതിൽ വരും. ചെറുനദികൾ എന്ന് പറഞ്ഞാൽ 2000 ചതുരശ്ര കിലോമീറ്ററിൽ കുറവ് വരുന്നതാണ്. അതായത് മഴ തീരെ കുറവുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന നദികളൊക്കെയാണ് ചെറുനദികൾ എന്ന് പറയുന്നത്. നദികളെയില്ലേ ഹിമാലയൻ നദികൾ എന്നും, ഏതൊക്കെയാണ്? ഹിമാലയൻ നദികൾ എന്നും ഉപദ്വീപീയ നദികൾ എന്നും രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. മനസ്സിലായോ? ഹിമാലയൻ നദികളും ഉണ്ട് ഇന്ത്യയില്, ഉപദ്വീപീയ നദികളും ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ആ ഹിമാലയൻ നദികൾക്ക് ഉദാഹരണമാണ് ഏത് എന്ന് പറയുന്നത്? സിന്ധുവും ഗംഗയും ബ്രഹ്മപുത്രയും ഹിമാലയൻ നദികൾക്ക് ഉദാഹരണമാണ്. എങ്കിൽ ഇവിടെ ഉള്ള നദികളാണ് കാവേരി, കൃഷ്ണാനദി, അതേപോലെ തന്നെ മഹാനദി, ഗോദാവരി, നർമ്മദ, താപ്തി. ഇതൊക്കെ ഏതിന് ഉദാഹരണമാണ്? ഉപദ്വീപീയ നദികൾക്ക് ഉദാഹരണമാണ്. ഈ ഹിമാലയൻ നദികൾ പതിക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും, പടിഞ്ഞാറ് ഭാഗത്തും. ഉപദ്വീപീയ നദികൾ പതിക്കുന്നത് കിഴക്കു ഭാഗത്ത്, അതായത് പടിഞ്ഞാറ് അറബിക്കടൽ ശാഖയിലും. ഓക്കെ, കിഴക്ക് എവിടെയാണ്? ബംഗാൾ ഉൾക്കടൽ ശാഖയിലുമായിരിക്കും ഇത് പതിക്കുക. മനസ്സിലായോ? ഇവിടെ അറബിക്കടലിലും ഇത് ബംഗാൾ ഉൾക്കടലിലുമാണ് എന്ത് ചെയ്യുന്നത്? പതിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഹിമാലയൻ നദികൾ പതിക്കുന്നത് പടിഞ്ഞാറ് അറബിക്കടലിലും, ഉപദ്വീപീയ നദികളായ ഈ 3 നദികള് കിഴക്ക് ഭാഗത്ത് ബംഗാൾ ഉൾക്കടലിലുമാണ് പതിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ അവിടെ പഠിച്ചു അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഹിമാലയ നദികളുടെ പ്രത്യേകത എന്താണ്? നല്ല മഴ. ഹിമാലയം പറയുമ്പോൾ അറിയാലോ, ഉയർന്ന പ്രദേശമാണ് അല്ലെ? അവിടെ മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുമ്പോൾ ഇത് മുഴുവൻ, അതായത് ഒരു വർഷം മുഴുവൻ എന്താണ്? നീരൊഴുക്കുള്ള നദികളായിരിക്കും. വർഷം മുഴുവൻ എന്തുണ്ടാകും? നീരൊഴുക്ക് ഉണ്ടാകും. കാരണം ഹിമാലയൻ നദികളാണ് അല്ലെ? അവിടെ നിന്നുള്ള മഞ്ഞ് പോലും ഉരുകിയിട്ട് എന്തായി മാറും? ജലമായിട്ട് മാറും. അപ്പൊ വർഷം മുഴുവൻ എന്തുണ്ടാകും? നീരൊഴുക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ ഈ പർവ്വത പ്രദേശങ്ങളിലൊക്കെ എന്താക്കി നല്ല ശക്തമായിട്ടുള്ള നീരൊഴുക്ക് ഈ ഹിമാലയൻ നദികളുടെ ഭാഗത്ത് ഉണ്ടായിരിക്കും. മനസ്സിലായോ? പിന്നെ അതിലെ ഒരു നദിയാണ് നമ്മൾ പറഞ്ഞു സിന്ധു എന്ന് പറഞ്ഞു അല്ലെ? പടിഞ്ഞാറ് ഹിമാലയൻ നദികൾക്ക് ഉദാഹരണമാണ് സിന്ധു എന്ന് പറഞ്ഞു. സിന്ധു എന്ന് പറയുമ്പോൾ സിന്ധുവിന്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? സിന്ധുവിന്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? സിന്ധു നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? സസ്കർ. ഏതാണ്? സസ്കർ, ചലം, ചിനാബ്, രവി, ബിയാസ്. ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. മനസ്സിലാകുന്നുണ്ടോ? സത്ലജ്. ഇതൊക്കെ ഏതാണ്? സിന്ധുവിന്റെ പോഷക നദികളാണ്. അതേപോലെ തന്നെ ഷ്യോക്ക്, ഗിൽജിത്ത്, ഇതൊക്കെ സിന്ധുവിന്റെ പോഷക നദികളാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇതെല്ലാം
ഇടത് ഭാഗത്ത് എവിടെയാണ് ഇടത് തീരത്ത് ചെന്ന് ചേരുന്ന നദികളാണ് ഇത്, വലത് തീരത്ത് ചേരുന്ന നദികളുമാണ് കേട്ടോ ഷോക്കും ഗിൽജിത്തും. അപ്പൊ സിന്ധുവിന്റെ പോഷക നദികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ സസ്കർ, ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്, ഷ്യോക്ക്, ഗിൽജിത്ത് എന്നിവയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇനി ഈ ഓരോന്ന് നോക്കാം നമുക്ക്. സിന്ധു എഴുതി എഴുതി അക്ഷരം പോലും അറിയാത്ത അവസ്ഥയായിട്ടുണ്ടോ പഠിപ്പിച്ച്? അപ്പോ സിന്ധു നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? സിന്ധു നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ബൊഗർച്ചു ഹിമാനിയിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ബൊഗർച്ചു ഹിമാനിയിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. മനസ്സിലായോ? ഇനി അതേപോലെ സിന്ധുവിൽ സ്ഥിതി ചെയ്യുന്ന ഡാം ഏതാണ്? നിമോബസ്കോ ഡാം. ഏതാണ്? നിമോബസ്കോ ഡാം സ്ഥിതി ചെയ്യുന്നത് സിന്ധു നദിയിലാണ്. ഇനി ചലം. ഈ ചലം നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? വേരിനാഗ് ആണ്. എവിടെയാണ്? വേരിനാഗ് എന്ന് പറഞ്ഞാൽ കാശ്മീർ ആണ് കേട്ടോ. ഓക്കെ, കാശ്മീർ ആണ്. ഇനി അതേപോലെ ഏതൊക്കെ ഡാമുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്? ഉറിയും കിഷൻ ഗംഗയും. ഉറി ഡാം ഒക്കെ പ്രീവിയസ് ചോദ്യമാണ്. ഉറി ഡാം ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ചലം നദിയിലാണ് കേട്ടോ. അപ്പൊ ഇത് ഉത്ഭവമാണ്, ഇത് ഡാമുകളാണ്. പഠിച്ചു വെക്കണേ. അപ്പൊ ചലം നദി ഉത്ഭവിക്കുന്നത് വേരിനാഗിൽ നിന്നാണ്. ചലത്തിലെ ഡാമുകൾ ഉറിയും കിഷൻ ഗംഗയുമാണ്. ഇനി ചിനാബ് നദിയുടെ ഉത്ഭവം ബരാലച്ചു ചുരമാണ്. എവിടെയാണ്? ബരാലച്ചു ചുരത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഉത്ഭവിക്കുന്നത്. ദുൽഹസ്തി അല്ലെ? ദുൽഹസ്തി ഡാം, ദുൽഹസ്തി അതുപോലെ തന്നെ സലാല്, ഇതൊക്കെ ഡാമുകള് ചിനാബിലാണ്. ഇനി രവി നദി ഉത്ഭവിക്കുന്നത് കുളു താഴ്വരയിൽ നിന്നാണ്. കുളു താഴ്വരയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. തീൻ അതുപോലെ തന്നെ ചമേര, ഈ ഡാമുകൾ സ്ഥിതി ചെയ്യുന്നത് രവിയിലാണ്. ഇനി ബിയാസ് നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? റോഹ്തങ് ചുരത്തിൽ നിന്നാണ്. റോഹ്തങ് ചുരത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ബിയാസ്. പ്രീവിയസ് ചോദ്യമാണ്. പോങ്, പണ്ടോ, ഈ ഡാമുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ബിയാസിലാണ്. ഇന്ന് സത്ലജ് ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? റാകാസ് തടാകത്തിൽ നിന്നാണ്. എവിടെ നിന്നാണ്? റാകാസ് തടാകത്തിൽ നിന്നാണ്. എങ്കിൽ സത്ലജിലെ ഡാമുകൾ ഏതൊക്കെയാണ്? ബക്രാനങ്കൽ, വെരി വെരി ഇമ്പോർട്ടന്റ്. ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് സത്ലജിലാണ്. അതുപോലെ തന്നെ നാത്പ, ജാക്രി, ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് സത്ലജിലാണ്. പഠിച്ചു വെക്കണേ. സിന്ധു നദി ഉത്ഭവിക്കുന്നത് ബൊഗാർച്ചു ഹിമാനിയിൽ നിന്നും, ചലം വേരിനാഗിൽ നിന്നും, ചിനാബ് ബാരാലാച്ചിര ചുരത്തിൽ നിന്നും, രവി കുളു താഴ്വരയിൽ നിന്നും, ബിയാസ് റോഹ്തങ് ചുരത്തിൽ നിന്നും, സത്ലജ് റാകാസ് തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. ഇനി ഓരോന്നും പഠിക്കുക. ഡാമുകൾ ഏതാണ്? നിമോബസ്കോ അല്ലെ? നിമോബസ്കോ ഡാം സിന്ധുവിലും, ഉറിയും കിഷൻ ഗംഗയും ചലത്തിലും, ദുൽഹസ്തിയും സലാലും ചിനാബിലും, തീനും ചമേരിയും രവി നദിയിലും, പോങ് അണക്കെട്ടും പണ്ടോയും ബിയാസിലും, സത്ലജിലെ ബക്രാനങ്കൽ അണക്കെട്ട്, അതുപോലെ തന്നെ നാത്പ, ജാക്രി, ഇതൊക്കെ ഡാമുകൾ സ്ഥിതി ചെയ്യുന്നത് സത്ലജിലാണ്. നമ്മൾ സിന്ധുവിനെ കുറിച്ചിട്ട് പഠിച്ചു. എങ്കിൽ നമുക്കിനി ഗംഗയെ കുറിച്ച് നോക്കിയാലോ? ഓക്കെ, ഗംഗ അല്ലെ? എന്താണ് ഗംഗയെ കുറിച്ച് പഠിക്കാൻ? പഠിക്കണേ, ശ്രദ്ധിക്കണേ. ഉത്തരാഖണ്ഡില് കേട്ടോ. എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനിയുടെ ഗോമുഖിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. എത്ര പ്രാവശ്യം PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടറിയോ? ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനിയുടെ ഗോമുഖിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഉത്ഭവസ്ഥാനത്ത് ഉത്ഭവിക്കുന്നു അല്ലെ? ഗോമുഖിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഈ സ്ഥലത്ത് വെച്ചിട്ട് ഗംഗ അറിയപ്പെടുന്ന പേര് എന്താണ്? എന്തായിരിക്കും അറിയപ്പെടുക? ഭാഗീരഥി അല്ലെ? ഭാഗീരഥി എന്നാണ് ഗോമുഖിൽ വെച്ചിട്ട് ഉത്ഭവ സ്ഥാനത്ത് വെച്ചിട്ട് ഗംഗ അറിയപ്പെടുന്നത്. മനസ്സിലായോ?
ഇനി ഗംഗ അത്രയും പഠിച്ചല്ലോ അല്ലെ. അതേപോലെ തന്നെ ഗംഗയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഗംഗയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? രാംഗംഗ അല്ലേ, രാംഗംഗ, ഗോമതി അല്ലേ, രാംഗംഗ, ഗോമതി, ഗാക്ര, ഗണ്ഡക്, ഗണ്ഡക് ഗായും 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 ഗംഗ അല്ലെ, ഗംഗ ഗണ്ഡക്, കോസി അല്ലേ. ഇതൊക്കെ ഏതിന്റെയാണ്? ഗംഗയുടെ പോഷക നദികളാണ് അല്ലെ. യമുന, സോൺ, യമുന, സോൺ, ദാമോദർ. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ എന്താണ്? ഇത്രയും നദികള് ഇടത് തീരത്ത് പ്രവേശിക്കുമ്പോൾ, ചേരുമ്പോൾ ഇത് വലത് തീരത്ത് എന്ത് ചെയ്യും? വന്നു ചേരും. രാംഗംഗ, ഗോമതി, ഗാക്ര, ഗണ്ഡക്, കോസി, യമുന, സോൺ, ദാമോദർ ഇവയാണ് ഗംഗയുടെ പോഷക നദികൾ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചോ? ഇനി ഗംഗ സമതലത്തിലേക്ക് പ്രവേശിക്കുന്നത് ഏത് ഭാഗത്ത് വെച്ചിട്ടാണ്? ഗംഗ സമതലത്തിലേക്ക്, അതായത് മുകളിൽ നിന്നൊക്കെ ഒഴുകി വന്ന് നിരപ്പായ പ്രദേശത്തേക്ക് എത്തുന്നത് എവിടെ വെച്ചിട്ടാണ്? ഹരിദ്വാറിൽ വെച്ചിട്ടാണ്. എവിടെയാണ്? ഹരിദ്വാറിൽ വെച്ചിട്ടാണ്. ഇനി നമ്മുടെ ദേശീയ നദിയാണ് ഏത്? ഗംഗ എന്ന് പറയുന്നത് അല്ലെ. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഏത്? ഗംഗ. അത് എപ്പോഴാ പ്രഖ്യാപിച്ചത്? 2008 2008 പഠിച്ചു വെക്കണേ. 2008 നവംബർ 4 പ്രഖ്യാപിച്ചത്. ഇനി നമ്മുടെ ദേശീയ ജലജീവി ഏതാണ്? ദേശീയ ജലജീവി ഗംഗ ഡോൾഫിൻ ആണ്. അതും ഗംഗ എന്നുള്ള പേരിലാണ് അല്ലെ. ഗംഗ ഡോൾഫിൻ ആണ്. അത് എപ്പോഴാ പ്രഖ്യാപിച്ചത്? 2009 അതിന്റെ പിറ്റത്തെ വർഷമാണ് അല്ലെ. 2009 ഒക്ടോബർ മാസം 5 ഗംഗയെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത് 2008 നവംബർ 4. എന്നാൽ ദേശീയ ജലജീവിയായിട്ട് ഗംഗ ഡോൾഫിനെ പ്രഖ്യാപിച്ചത് 2009 ഒക്ടോബർ മാസം 5. ഇനി ഗംഗയുടെ നീളം എത്രയാ? ഗംഗയുടെ നീളം 25 കിലോമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ്, ഏറ്റവും വലിയ നദീതടമാണ്, ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ളത്, ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ളത് ഗംഗയ്ക്കാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നതും നമ്മുടെ ഗംഗയാണ്. 5 സംസ്ഥാനങ്ങളിലൂടെ ഗംഗ ഒഴുകുന്നുണ്ട്. ഏതൊക്കെയാണ് 5 സംസ്ഥാനങ്ങൾ? ഒന്ന് ഉത്തരാഖണ്ഡ്. ഏതാണ്? ഉത്തരാഖണ്ഡിലൂടെ ഒഴുകുന്നുണ്ട്. ഉത്തർപ്രദേശിൽ വരുന്ന 2 ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്. അടുത്ത് നോക്ക്, ബീഹാർ. ചോദിച്ച ചോദ്യങ്ങളാണ്. ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ. ഇതിലൂടെയൊക്കെയാണ് 5 സംസ്ഥാനങ്ങളിലൂടെയാണ് ഗംഗ ഒഴുകുന്നത്. നമ്മളവിടെ 5 സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു എന്ന് പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് ഉത്തർപ്രദേശിലൂടെ തന്നെയാണ് കേട്ടോ. ഇനി ഗംഗയുടെ ഒരു പോഷക നദിയാണ് യമുന അല്ലെ. എന്തൊക്കെയാണ് യമുന നദിയുടെ പ്രത്യേകത? ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ്. ഗംഗയുടെ ഒരു പോഷക നദിയാണ് യമുന എന്ന് പറഞ്ഞത്. അതിൽ ഗംഗയിലെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഏത്? പ്രീവിയസ് ചോദ്യമാണ് യമുന. മനസ്സിലായോ? അതേപോലെ തന്നെ ഈ ഗംഗയും യമുനയും സരസ്വതിയും കൂടിച്ചേരുന്ന ത്രിവേണി സംഗമം. എവിടെയാണ് ത്രിവേണി സംഗമം നടക്കുന്നത്? പ്രയാഗിൽ വെച്ചിട്ടാണ്. പ്രയാഗ് എവിടെയാണ്? അലഹാബാദ് അല്ലേ. ത്രിവേണി സംഗമം, ത്രിവേണി പറഞ്ഞ 3 പേര് അല്ലേ, ഗംഗ, യമുന, സരസ്വതി. എവിടെ വെച്ചിട്ടാണ്? പ്രയാഗിൽ വെച്ചിട്ടാണ് ഇവർ തമ്മിൽ ത്രിവേണി സംഗമം അല്ലേ. ഇനി ഈ പ്രയാഗില് 12 വർഷത്തിലൊരിക്കൽ എന്ത് ചെയ്യുന്നുണ്ട്? കുംഭമേള നടക്കുന്ന സ്ഥലമാണ് ഏത്? പ്രയാഗ് എന്ന് പറയുന്നത്. ഇനി ഗംഗയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ചമ്പൽ, സിന്ധ്, അതുപോലെ ബത്വ, കെൻ. ഇതൊക്കെ പ്രീവിയസ് ആണ്. ബത്വയും കെന്നും ഒക്കെ പ്രീവിയസ് ചോദിച്ച ചോദ്യങ്ങളാണ്. ഇതൊക്കെ യമുനയുടെ പോഷക നദികളാണ്. മനസ്സിലായോ? ഇനി ഈ ദാമോദർ പറഞ്ഞാൽ എന്താണ്? ദാമോദർ നദിയുടെ പ്രത്യേകത എന്താണ്? ബംഗാളിന്റെ ദുഃഖം എന്ന് അറിയപ്പെടുന്നത് അല്ലെ. ബംഗാളിന്റെ ദുഃഖം എന്ന് അറിയപ്പെടുന്നത് ദാമോദർ നദിയാണ്. എങ്കിൽ കോസി നദി എന്താണ് അറിയപ്പെടുന്നത്? ബീഹാറിന്റെ ദുഃഖമാണ്. കോസി എന്താണ്? ബീഹാറിന്റെ ദുഃഖമാണ്. ഓക്കെ.
ഇനി സോൺ നദി നമ്മൾ പഠിച്ചു. സോൺ എവിടെ നിന്നാ ഉത്ഭവിക്കുന്നത്? അമർകണ്ടക് പീഠഭൂമിയിൽ നിന്നാണ് കേട്ടോ. അമർകണ്ടക് പീഠഭൂമിയിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്? സോൺ ഉത്ഭവിക്കുന്നത് അമർകണ്ട് പീഠഭൂമിയിൽ നിന്നാണ്. ഓക്കെ, ഇനി ഈ ബംഗ്ലാദേശ് ഉണ്ടല്ലോ, ബംഗ്ലാദേശ് ഏതാണ്? ബംഗ്ലാദേശ് രാജ്യമാണ് അല്ലെ. ബംഗ്ലാദേശില് ഗംഗ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? പത്മ എന്നാണ്. ബംഗ്ലാദേശിൽ പ്രീവിയസ് ചോദ്യമാണ്. ബംഗ്ലാദേശിൽ ഗംഗ അറിയപ്പെടുന്ന പേര് പത്മ എന്നാണ്. ഓക്കെ, ഇനി ഈ ചമ്പൽ നദിയെ കുറിച്ചിട്ട് ഒരു പ്രസ്താവന എന്താണ്? ചമ്പൽ നദിയെ കുറിച്ചിട്ട് ഒരു പ്രസ്താവന. ചമ്പൽ നദി ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചമ്പൽ നദിയിലാണ് അല്ലെ. ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചമ്പൽ നദിയിലാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ഹിമാലയൻ നദികളായ സിന്ധുവും നോക്കി, ഗംഗയും നോക്കി. ഇനി നമുക്ക് ബ്രഹ്മപുത്ര നോക്കാം കേട്ടോ. ബ്രഹ്മപുത്ര എന്താണ്? ബ്രഹ്മപുത്രയെ കുറിച്ച് പഠിക്കാനുള്ളത് എന്താണ്? എവിടെ നിന്ന് ഉത്ഭവിക്കുന്നത് ബ്രഹ്മപുത്ര? മാനസ സരോവറിന് സമീപമുള്ള ചെമയുങ്തും ഹിമാനിയിൽ നിന്നും. ഇത് പഠിക്കണേ. ചെമയുങ്തും ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത്. പതിക്കുന്നത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. ബംഗാൾ ഉൾക്കടലിലാണ് എന്ത് ചെയ്യുന്നത്? ബ്രഹ്മപുത്ര പതിക്കുന്നത് കേട്ടോ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര 3 ഹിമാലയൻ നദികളാണ്. ഓക്കെ ആണോ? പഠിച്ച് ശ്രദ്ധിക്കണേ. ഇനി ഇതിന്റെ നീളം എത്രയാണ്? ഇതിന്റെ നീളം 2900. പ്രീവിയസ് ചോദ്യമാണ്. നീളം 2900 കിലോമീറ്റർ ആണ്. അത് ഇന്ത്യയിൽ എത്രയെന്ന് ചോദിച്ചാൽ 916 കിലോമീറ്റർ ആണ് ഒഫീഷ്യലി അറിയപ്പെടുന്നത്. പക്ഷെ നമ്മുടെ SCERT കൊടുത്തിരിക്കുന്നത് 725 കിലോമീറ്റർ ആണ്. SCERT ആയിരിക്കും ആധാര രേഖ കേട്ടോ. SCERT 725 കിലോമീറ്റർ ആണ് കേട്ടോ. ഇന്ത്യയില് എന്ത്? ബ്രഹ്മപുത്ര. ഇനി ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ഹിമാലയൻ നദിയാണ്. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന പ്രീവിയസ് ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ഹിമാലയൻ നദി ഏതെന്ന് ചോദിച്ചാൽ അത് ബ്രഹ്മപുത്രയാണ്. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നത്, ഏറ്റവും ആഴം കൂടിയത്. മനസ്സിലായോ? പുല്ലിംഗ നാമധേയത്തിൽ, അതായത് ഒരു ആണിന്റെ പുരുഷത്തിന്റെ പേര് പുല്ലിംഗ നാമധേയത്തിൽ അറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ഇന്ത്യയുടെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് അസമിന്റെ ജീവരേഖ എന്ന് അറിയപ്പെടുന്നത്, പിന്നെ അസമിന്റെ ദുഃഖം എന്ന് അറിയപ്പെടുന്നത്, ഇതൊക്കെ എന്താണ്? ബ്രഹ്മപുത്രയാണ് കേട്ടോ. അതേപോലെ ഇത് ഒഴുകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയിലൂടെയും ടിബറ്റിലൂടെയും ബംഗ്ലാദേശിലൂടെയുമാണ്. ഏതാണ്? ഇന്ത്യ, ടിബറ്റ്, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് എന്ന് ചോദിച്ചാൽ അസമിലൂടെയും അരുണാചൽ പ്രദേശിലൂടെയുമാണ്. മനസ്സിലായോ? അതേപോലെ ഈ ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് നംച പർവ്വതത്തെ ചുറ്റിയിട്ടാണ്. പർവ്വതത്തെ ചുറ്റിയിട്ട് എന്ത് ചെയ്യും? അരുണാചൽ പ്രദേശിലൂടെ എന്ത് ചെയ്യും? ഇന്ത്യയിലേക്ക് പതിക്കും. മനസ്സിലായോ? ഇനി ഇതിന്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? ദിബാങ്. ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ദിബാങ്, ലോഹിത്, സുബൻസിരി, ധാൻസിരി. സുബൻസിരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ധാൻസിരി, കാമെങ്, മനാസ്, ടീസ്റ്റ. ഓക്കെ, ഇതൊക്കെയാണ് ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ. ഇതിൽ ഏറ്റവും വലിയ പോഷക നദി സുബൻസിരിയാണ്. ഗംഗ പഠിച്ചപ്പോൾ നമ്മൾ പറയില്ലേ ഏറ്റവും വലിയ പോഷക നദി ഏതെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഏതാ പറഞ്ഞു? യമുനയാണെന്ന് പറഞ്ഞു അല്ലേ. എന്നാൽ ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാന്ന് ചോദിച്ചാൽ അത് സുബൻസിരിയാണ് കേട്ടോ. ഇനി ഈ ടീസ്റ്റിന്റെ പ്രത്യേകത എന്താ? ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയാണ്. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ അത് ടീസ്റ്റ നദിയാണ്. മനസ്സിലാകുന്നുണ്ടോ? അതേപോലെ സിക്കിമിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്നത് ഏതാണ്? ടീസ്റ്റയാണ്. മനസ്സിലായോ? ഇനിയുണ്ട് കഴിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ
ഈ ഗംഗയും ബ്രഹ്മപുത്രയും കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഗംഗയും ബ്രഹ്മപുത്രയും കൂടി ചേർന്നിട്ടാണ് ഈ കണ്ടൽക്കാട്, ഏതാണ് സുന്ദർബൻസ് ഇല്ലേ, സുന്ദർബൻസ്, ആ സുന്ദർബൻസ് സൃഷ്ടിക്കുന്നത് ഈ ഗംഗയും ബ്രഹ്മപുത്രയും കൂടി ചേർന്നിട്ടാണ്. അതേപോലെ തന്നെ ഈ മാജുലി ദ്വീപ് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് പ്രീവിയസ് ആയിട്ട് ചോദ്യങ്ങൾ വന്നതാണ്. മാജുലി എന്താ? ബ്രഹ്മപുത്ര നദിയിലാണ്. മാജുലി എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്. അതായത് മാജുലി എന്ന് പറയുമ്പോൾ അസമിലാണ്, ബ്രഹ്മപുത്ര നദിയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് ഏത് എന്ന് പറയുന്നത്? മാജുലി എന്ന് പറയുന്നത്. ഇനി ഈ ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിൽ ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? ബ്രഹ്മപുത്ര എന്നല്ല അറിയപ്പെടുന്നത്. അരുണാചൽ പ്രദേശില് ദിഹാങ്. ദിഹാങ് ഏത് നദി എന്ന് ചോദിച്ചാൽ അത് ബ്രഹ്മപുത്രയാണ്. ദിഹാങ് അല്ലെങ്കിൽ സിയാങ് എന്നൊക്കെ അറിയപ്പെടുന്നത് അരുണാചലിലാണ്. എങ്കിൽ ടിബറ്റ് എത്തുന്ന സമയത്ത് നമ്മുടെ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് യാർലുങ് എന്നും യാർലുങ് സാങ്പോ എന്നൊക്കെയാണ്. ഇതൊക്കെ പ്രീവിയസ് ആണ് അറിയപ്പെടുന്നത്. എന്നാൽ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് എന്താണ്? ബംഗ്ലാദേശില് ജമുന എന്നാണ്. ബംഗ്ലാദേശിൽ ജമുന എന്ന്. ഈ ഗംഗ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരെന്താ? പത്മയാണ്. അത് പറയാൻ വിട്ടതാണ്. ഗംഗ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് പത്മ എന്നാണ്. എന്നാൽ ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ജമുന എന്നാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ബ്രഹ്മപുത്ര നദി. അപ്പൊ ഹിമാലയൻ നദികളായ ഗംഗയും ബ്രഹ്മപുത്രയും സിന്ധുവും നമ്മൾ എന്ത് ചെയ്തു? വ്യക്തമായി പഠിച്ചു. ചെറിയൊരു കറക്ഷൻ വരുത്തണം. നമ്മൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാകാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഹിമാലയൻ നദികൾ എന്ന് പറഞ്ഞു അല്ലെ? ഹിമാലയൻ നദികളും പറഞ്ഞു, ഉപദ്വീപീയ നദികളും എന്ന് പറഞ്ഞു അല്ലെ? അതിലവിടെ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നത് ഹിമാലയൻ നദികളായ ഏതൊക്കെയാണ്? ഉദാഹരണം സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര അല്ലെ? ബ്രഹ്മപുത്ര ഇതാണ് ഹിമാലയൻ നദികൾ എന്ന് പറഞ്ഞത്. സിന്ധു പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. സിന്ധു പടിഞ്ഞാറോട്ട് ഒഴുകിയിട്ട് എന്ത് ചെയ്യും? അറബിക്കടലിൽ ചെന്ന് പതിക്കും. ഈ ഗംഗയും ബ്രഹ്മപുത്രയും എന്ത് ചെയ്യും? കിഴക്കോട്ട് ഒഴുകിയിട്ട് എവിടെ ചെന്ന് പതിക്കും? ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് പതിക്കും. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ, ഇത് നമ്മളൊന്ന് പറയാൻ വിട്ടതാണ്. ഉപദ്വീപീയ നദികളായ ഗോദാവരി, മഹാനദി, അതുപോലെ കൃഷ്ണ, കാവേരി, ഓക്കെ, ഇത്രയും നദികളെല്ലാം ചെന്ന് പതിക്കുന്നത് എവിടേക്കാണ് ഒഴുകുന്നത്? കിഴക്കോട്ടാണ് ഒഴുകുന്നത്. കിഴക്കോട്ട് ഒഴുകുമ്പോൾ അത് എവിടെ ചെന്ന് പതിക്കും? കിഴക്കോട്ട് ഒഴുകുമ്പോൾ ബംഗാൾ ഉൾക്കടലിൽ പതിക്കും. എന്നാൽ നർമ്മദയും താപ്തിയും എവിടെ ഒഴുകും? നർമ്മദയും താപ്തിയും പടിഞ്ഞാറോട്ടാണ് ഒഴുകുക. പടിഞ്ഞാറോട്ട് ഒഴുകിയിട്ട് എവിടെ ചെന്ന് പതിക്കും? അറബിക്കടലിൽ ചെന്ന് പതിക്കും. ഇതാണ് ഇവിടെ ഒരു വേർതിരിവ് പഠിക്കാനുള്ളത്. അത് നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ ഒറ്റ ഒരു ഇതിൽ പറഞ്ഞു, പടിഞ്ഞാറ് ബംഗാൾ ഉൾക്കടല്, അറബിക്കടല്, കിഴക്ക് ബംഗാൾ ഉൾക്കടൽ വന്നു, അവിടെ അത് സ്റ്റോപ്പ് ചെയ്തു. ഇങ്ങനെയൊന്നും പറഞ്ഞില്ല, അതിൽ എൻ്റെ ഭാഗത്ത് തെറ്റ് വന്നതാണ്, ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഹിമാലയൻ നദികളായ സിന്ധു, ഗംഗയും ബ്രഹ്മപുത്രയും കഴിഞ്ഞു. ഇനി നമുക്ക് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ നോക്കാം. കിഴക്കോട്ടൊഴുകുന്ന നദികൾ എന്താണ്? ഉപദ്വീപീയ നദികൾ അല്ലെ? കിഴക്കോട്ട് എന്ന് പറയുമ്പോൾ ഏതാണ്? ഉപദ്വീപീയൻ നദികളാണ് അല്ലെ? ഉപദ്വീപീയൻ നദികളാണ്. ഉപദ്വീപീയൻ നദികൾ ഏതാണ്? ഉപദ്വീപീയ നദിയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഏറ്റവും വലിയത് ഉപദ്വീപീയ നദിയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഗോദാവരിയാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. എത്ര പ്രാവശ്യം PSC ചോദിച്ചിട്ടുണ്ടെന്ന് അറിയത്? ഉപദ്വീപീയ നദിയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഗോദാവരി നദിയാണ്. ഗോദാവരിയാണ്. മനസ്സിലായോ? അതേപോലെ തന്നെ ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് ഏതാണ്? ദക്ഷിണ ഗംഗ ഗോദാവരിയാണ്. മനസ്സിലായോ? 1465 കിലോമീറ്റർ ആണ് നീളം. മനസ്സിലായോ? നീളം. അതേപോലെ തന്നെ 3.13 ചതുരശ്ര കിലോമീറ്റർ ആണ് അതിന്റെ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത്. എങ്കിൽ രണ്ടാം സ്ഥാനത്ത് ഏതാണ്? കൃഷ്ണയാണ്. ഉപദ്വീപീയ നദികളിൽ ഒന്നാം സ്ഥാനം ഗോദാവരിയാണെങ്കിൽ രണ്ടാം സ്ഥാനം കൃഷ്ണ നദിക്കാണ്. മനസ്സിലായോ? അതേപോലെ തന്നെ നീരൊഴുക്കില് ഇതെന്താണ്? നീരൊഴുക്ക് ഹിമാലയൻ നദികൾക്കാണോ നീരൊഴുക്ക് കൂടുതൽ? ഉപദ്വീപീയ നദികൾക്കാണോ നീരൊഴുക്ക് കൂടുതൽ? ഹിമാലയൻ നദികൾക്ക് തന്നെയാണ് അല്ലേ? നമ്മൾ പറഞ്ഞു നേരത്തെ മഞ്ഞ് പോലും ഉരുകിയിട്ട് അവിടെ എന്താകും? ജലമായിട്ട് മാറും അല്ലേ ഹിമാലയൻ നദികളിൽ. എന്നാൽ ഉപദ്വീപീയ നദികളിൽ നീരൊഴുക്ക് പൊതുവെ എന്താണ്? കുറവാണ് കേട്ടോ. വേനൽക്കാലത്ത് നീരൊഴുക്ക് ഭയങ്കരമായിട്ട് കുറയും, മഴക്കാലത്ത് മാത്രമാണ് നിറഞ്ഞൊഴുകുകയുള്ളൂ. ഉപദ്വീപീയ നദികളുടെ പ്രത്യേകതയാണ്. അതേപോലെ തന്നെ
ഈ ഈ ഉപദ്വീപീയ നദികളില് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഗോദാവരിയും മഹാനദിയും കൃഷ്ണയും കാവേരിയും നർമ്മദയും താപ്തിയും ഒക്കെ പറഞ്ഞല്ലോ. അതില് ഈ SCERT ഒരു ഭാഗം പറയുന്നുണ്ട്. എന്താണെന്നറിയാം? SCERT പറയുന്ന ഒരു ഭാഗം ഈ കാവേരി നദിയില് കാവേരി നദിക്ക് നമ്മൾ പറഞ്ഞു നീരൊഴുക്കൊക്കെ കുറവാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഉപദ്വീപീയ നദികളിൽ ഈ നദികളൊക്കെ വെച്ച് നോക്കുമ്പോൾ കാവേരി നദിയിൽ മാത്രം എന്തുണ്ട്? വർഷം മുഴുവൻ നീരൊഴുക്കില് കുറവൊന്നും ഉണ്ടാകാറില്ല. അതൊന്ന് SCERT പറയുന്നത്. ഉപദ്വീപീയ നദികൾ എടുക്കുമ്പോൾ പൊതുവെ നീരൊഴുക്ക് കുറവാണ് എന്നാണ് പറയുന്നത്. പക്ഷേ കാവേരി നദിക്ക് എന്ത് സംഭവിക്കാറില്ല? നീരൊഴുക്ക് കുറയാറില്ല. കാരണം എന്താ ചോദിച്ചാൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴയും വടക്ക് കിഴക്ക് മൺസൂൺ ഒക്കെ ലഭിക്കുന്നത് എന്താണ്? ഈ കാവേരി നദിയിൽ ധാരാളം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നീരൊഴുക്ക് കുറയാത്തത് കേട്ടോ. ഓക്കെ, ഇനി ഇപ്പൊ ഉപദ്വീപിയൻ നദിയായിട്ടുള്ള മഹാനദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഗോദാവരി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? കൃഷ്ണ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? കാവേരി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? കാവേരിയുടെ പോഷക നദികൾ ഏതൊക്കെയാ? കബനി, ഭവാനി, പാമ്പാർ അല്ലേ? കബനി, ഭവാനി, പാമ്പാർ കാവേരിയുടെ പോഷക നദികളാണ്. മഹാനദി ഉത്ഭവിക്കുന്നത് സിഹാവയിൽ നിന്നാണ്. റായ്പൂരിലെ സിഹാവ മലനിരകളിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. മഹാനദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഇതെല്ലാം പഠിച്ചു വെക്കണേ. ഇതെല്ലാം ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന കാര്യം മുഴുവൻ എല്ലാം പ്രീവിയസ് ചോദ്യങ്ങൾ തന്നെയാണ്. ഇത് ഒന്നും കൂടി നന്നായി പഠിക്കണം. ഇബ്, ടെല്ല് മഹാനദിയുടെ പോഷക നദികളാണ് കേട്ടോ. എങ്കിൽ ഗോദാവരിയുടെ ഉത്ഭവം എവിടെയാണ്? മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നാണ്. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നാണ്. ഏതൊക്കെയാണ്? ശബരി, ഇന്ദ്രാവതി പോഷക നദികളാണ്. ശബരി, ഇന്ദ്രാവതി, പ്രാൺഹിത. ഓക്കെ, ശബരി, ഇന്ദ്രാവതി, പ്രാണഹിത ഗോദാവരിയുടെ പോഷക നദികളാണ്. നാസിക്കിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കൃഷ്ണയോ? മഹാബലേശ്വർ അല്ലെ? മഹാബലേശ്വർ. കൃഷ്ണ മഹാബലേശ്വരനാണ് അല്ലെ? മഹാബലവാനാണ് അല്ലെ? കൃഷ്ണ മഹാബലേശ്വറിൽ നിന്നാണ്. പോഷക നദികൾ ഏതൊക്കെയാണ്? തുംഗഭദ്ര, ഭീമാ നദി, കൊയ്ന ഇതൊക്കെ കൃഷ്ണ നദിയുടെ പോഷക നദികളാണ്. കാവേരി ഉത്ഭവിക്കുന്നത് ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ്. ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് കാവേരി ഉത്ഭവിക്കുന്നത്. കബനി, ഭവാനി, പാമ്പാറ്, അമരാവതി ഇതൊക്കെ എന്തിന്റെ പോഷക നദികളാണ്? കാവേരിയുടെ പോഷക നദികളാണ്. മനസ്സിലായോ? ഇനി ഉപദ്വീപീയ നദികളിൽ തന്നെ ഇതൊക്കെ എവിടേക്കാണ് ഒഴുകുന്നത്? ഈ 4 നദികളും കിഴക്കോട്ട് ഒഴുകും അല്ലെ? എങ്കിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളാണ് ഏത്? നർമ്മദയും താപ്തി. ഏതാണ്? നർമ്മദയും താപ്തി, ലൂണി, സബർമതി, മാഹി അല്ലെ? എന്നീ നദികളൊക്കെ ഒഴിച്ചാൽ എന്താണ്? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏറെയും പശ്ചിമഘട്ടത്തിന്റെ എവിടെയാണ്? പടിഞ്ഞാറ് തീരസമുദ്രത്തിലൂടെ എന്ത് ചെയ്യും? അറബിക്കടലിൽ പതിക്കുന്നവയാണ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ നിങ്ങൾ അതൊന്നും നോക്കണ്ട. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾക്ക് ഉദാഹരണമാണ് നർമ്മദയും താപ്തിയും. നർമ്മദ ഉത്ഭവിക്കുന്നത് അമർഖണ്ഡകിൽ നിന്നാണ്. എവിടെ നിന്നാണ്? അമർഖണ്ഡകിൽ നിന്നാണ് നർമ്മദ ഉത്ഭവിക്കുന്നത്. താപ്തിയോ? മുൾട്ടായി പീഠഭൂമിയിൽ നിന്നാണ്. താപ്തി മുൾട്ടായി പീഠഭൂമിയിൽ നിന്നാണ്. നർമ്മദയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഹിരണും ബഞ്ചാറും. ഹിരൺ, ബഞ്ചാർ പോഷക നദികളാണ്. താപ്തിയുടെ പോഷക നദികളാണ് പൂർണ്ണയും ഗിർണയും. പൂർണ്ണ, ഗിർണ, താപ്തി. പൂർണ്ണ, ഗിർണ, താപ്തി. ഓക്കെ, ഇനി നമുക്ക് സുന്ദർബൻസിന് നോക്കാം. എന്താണ് സുന്ദർബൻസിന്റെ പ്രത്യേകത? ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ സുന്ദർബൻസ് ഡെൽറ്റ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ്. പിന്നെന്താ പഠിക്കുക? ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത് പ്രദേശമാണ്. ആ കണ്ടൽക്കാടുകളുടെ പേര് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സുന്ദരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അല്ലെ? ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രദേശമാണ്. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ അത് സുന്ദർബൻസ് ആണ്. പഠിക്കണേ. ഇനി ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രമാണ്. പ്രീവിയസ് ചോദ്യമാണ് ഇതൊക്കെ. ബംഗാൾ എന്താണ് അക്ഷര മിസ്റ്റേക്ക്? ഇനി അക്ഷരം പഠിക്കാൻ വേറെ പോകേണ്ടി വരുമോ?
ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രമാണ് സുന്ദർബൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ ഡെൽറ്റയുടെ സുന്ദർബൻസിന്റെ ഭൂരിഭാഗവും, അതായത് ഇപ്പൊ 100% എടുക്കുന്ന സമയത്ത് സുന്ദർബൻസ് 100%, അതിൽ വെറും 40% മാത്രമേ ഉള്ളൂ എവിടെ? ഇന്ത്യയിൽ. എന്നാൽ ബാക്കി 60% എവിടെയാണ്? ബംഗ്ലാദേശിലാണ് കേട്ടോ. ബംഗ്ലാദേശിലാണ്. പഠിച്ചു വെക്കണേ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? സുന്ദർബൻസിനെ കുറിച്ച് പഠിച്ചു വെക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെൽറ്റ, ഏറ്റവും കൂടുതൽ കണ്ടൽക്കാട് കാണപ്പെടുന്നത്. ആ കണ്ടൽക്കാടുകളുടെ പ്രത്യേകത എന്താണ്? സുന്ദരി എന്ന് പറയുന്ന വൃക്ഷം. മനസ്സിലായോ? അതിന് പേര് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ട്. സുന്ദരിയാണ്. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രദേശമാണ്. ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രമാണ്. 40% മാത്രമാണ് ഇന്ത്യയിൽ. ബാക്കി 60% എവിടെയാണ്? ബംഗ്ലാദേശ്. ഇനി അടുത്ത് നോക്കുക നമുക്ക്. നർമ്മദ ബച്ചാവോ ആന്തോളൻ അല്ലേ? നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഇതൊക്കെ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? നർമ്മദ ബച്ചാവോ ആന്തോളൻ. എന്തിനാ വേണ്ടിയിട്ടാണ് ഈ സംഘടന രൂപം കൊണ്ടത്? എന്തിനാണ്? നർമ്മദ നദിയില് വലിയ ജലസംഭരണികൾ അല്ലെ? വലിയ ജലസംഭരണികൾ നിർമ്മിക്കുന്നതിനെതിരെ രൂപം കൊണ്ട ശക്തമായ ഒരു പ്രക്ഷോഭ പ്രതിരോധമായിരുന്നു ഇത് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത്. അതായത് നർമ്മദ നദിയിലെ വലിയ ജലസംഭരണികൾ കിട്ടുമായിരുന്നു. അപ്പൊ അത് വേണ്ട, അതിനെതിരെ നടത്തിയതാണ് ഇത് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത്. അതായത് കാരണം ഓൾറെഡി അവിടെ എന്തുണ്ട്? ഈ നർമ്മദ ബച്ചാവോ നർമ്മദ നദിയിൽ എന്തുണ്ട്? സർദാർ സരോവർ അണക്കെട്ടുണ്ട്. ഒന്നാമത് സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നർമ്മദ നദിയിലാണ്. അതേപോലെ തന്നെ പിന്നെ നർമ്മദ അണക്കെട്ടും ഉണ്ട്. ഏതാണ്? നർമ്മദ അണക്കെട്ട്. സർദാർ സരോവർ അണക്കെട്ടും ഉണ്ട്. നർമ്മദ അണക്കെട്ട് ഓൾറെഡി ഉണ്ട്. ഇത് മൂലം കൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്? അവിടെ പരിസ്ഥിതി മലിനീകരണം ധാരാളം ഉണ്ട്. അപ്പൊ ഇനി വീണ്ടും ജലസംഭരണികൾ വരാൻ അവരെന്ത് ചെയ്തില്ല? സമ്മതിച്ചില്ല. അതിനെതിരെയാണ് എന്ത് ചെയ്തത്? അതിങ്ങനെ ഡാമുകൾ വരുമ്പോ എന്ത് ചെയ്യും? പരിസ്ഥിതി നശിക്കും, അവിടെ ഉള്ള ആൾക്കാരെയൊക്കെ കുടിയൊഴിപ്പിക്കും. ഇതൊക്കെയാണ് ഇതിനുള്ള പ്രക്ഷോഭത്തിന് കാരണമായത്. അതുകൊണ്ട് അവിടത്തെയുള്ള ജനവിഭാഗങ്ങളും കർഷകരും പരിസ്ഥിതി പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും ഒക്കെ ഈ പ്രക്ഷോഭത്തിൽ എന്ത് ചെയ്തു? കൈകോർത്തു. അങ്ങനെ 1994 മുതൽ 1999 വരെ ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനായി. അതുപോലെ തന്നെ ലോക ബാങ്കുകളൊക്കെ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു. അങ്ങനെ അതൊക്കെ എന്താണ്? ഈ പ്രക്ഷോഭത്തിന്റെ നേട്ടങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. അപ്പൊ നമ്മള് എന്താണ് സുന്ദർബൻസ് എന്താ പഠിച്ചു, എന്താണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ പഠിച്ചു. നർമ്മദ ബച്ചാവോ ആന്തോളൻ മേധാ പട്കർ അല്ലെ? മേധാ പട്കർ ആണ് അതിന്റെ മെയിൻ ആയിട്ട് അവിടെ നിന്നത്. ഇനി നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഉപദ്വീപ് ഉണ്ടല്ലോ, ഇന്ത്യൻ ഉപദ്വീപ്, അതില് ഏതൊക്കെ അണക്കെട്ടുകളാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നോക്കാം. ഇന്ത്യൻ ഉപദ്വീപിലെ വിവിധ ഉദ്ദേശ പദ്ധതികൾ എന്ന് നമുക്ക് ഏതൊക്കെയാന്ന് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി, ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി ഏതാണ്? ദാമോദർ വാലിയാണ്. ഏതാണ്? പ്രീവിയസ് ചോദ്യമാണ്. ദാമോദർ വാലി. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി ദാമോദർ വാലിയാണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതി ഏതാ ചോദിച്ചാൽ ഏതാണ്? അത് ബക്രാനങ്കലാണ്. ഏതാണ്? ബക്രാനങ്കലാണ് ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതി എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്തിനാണ് അതിന്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയായിരിക്കും? ഈ വിവിധോദ്ദേശ പദ്ധതികൾ സ്ഥാപിക്കുന്നത് വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനും, അതുപോലെ തന്നെ ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക, ഉൾനാടൻ ജലഗതാഗതത്തിന്, അതുപോലെ തന്നെ ഈ മത്സ്യബന്ധനത്തിന്, വിനോദസഞ്ചാരത്തിന്, പിന്നെ ജലസേചനത്തിന് ഒക്കെ വേണ്ടിയിട്ടാണ് ഈ വിവിധോദ്ദേശ പദ്ധതികൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി ദാമോദറും ഏറ്റവും വലുത് ബക്രാനങ്കലുമാണ്. മനസ്സിലായോ? ഇനി അതേപോലെ തന്നെ ഈ ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്?
ശരാവതി നദിയിലാണ്. പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ശരാവതി. ഈ ജോഗ് വെള്ളച്ചാട്ടത്തിന്റെ മറ്റൊരു പേരെന്താണ്? ഗർസപ്പോ വെള്ളച്ചാട്ടമാണ് കേട്ടോ. ഗർസപ്പോ വെള്ളച്ചാട്ടമാണ് ജോഗ് വെള്ളച്ചാട്ടത്തിന്റെ മറ്റൊരു പേര് കേട്ടോ. ഇനി ഈ ഹിരാക്കുഡ് നദീതട പദ്ധതി ഉണ്ടല്ലോ, ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാനദിയിലാണ്. പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. മഹാനദിയിലാണ്. സംസ്ഥാനം ഒഡീഷയിലാണ്. ഹിരാക്കുഡ് നദീതട പദ്ധതി സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്, ഒഡീഷയിലാണ്. ഇനി തുംഗഭദ്ര നമ്മൾ പറഞ്ഞു തുംഗഭദ്ര അല്ലെ. തുംഗഭദ്ര ഏതാണ് തുംഗഭദ്ര? അത് ഏത് നദിയിൽ തന്നെയാണ്? തുംഗഭദ്ര നദിയിൽ തന്നെയാണ്. കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് ഏത്? തുംഗഭദ്ര എന്ന് പറഞ്ഞത്. ഏത് സംസ്ഥാനത്ത്? കർണാടകയിലാണ് കേട്ടോ. എവിടെയാണ്? തുംഗഭദ്ര കർണാടകയിലാണ്. ഇനി സർദാർ സരോവർ നമ്മൾ ഇപ്പൊ പഠിച്ചോളൂ. ഏത് നദിയിലാണ് സർദാർ സരോവർ? നർമ്മദ അല്ലെ. സർദാർ സരോവർ എവിടെയാണ്? നർമ്മദ. അതെവിടെയാ? ഗുജറാത്തിലാണ്. ഇനി കൃഷ്ണരാജസാഗർ ഏതാണ്? കൃഷ്ണരാജസാഗർ ഏത് അണക്കെട്ടിലാ? കാവേരിയിലാണ്. കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ നദിയിൽ കൊണ്ടാക്കാൻ പാടില്ല, കാവേരിയിലാക്കണം. അത് കർണാടകയിലാണ് കേട്ടോ. എവിടെയാണ്? കർണാടകയിലാണ്. ഇനി നിസാം സാഗർ, ഇതൊക്കെ SCERT ഉണ്ട് കേട്ടോ. ഇതൊക്കെ SCERT കിടക്കുന്നതാണ്. നിസാം സാഗർ എവിടെയാണ്? ഗോദാവരി നദിയിലാണ്. നിസാം സാഗർ അണക്കെട്ട് ഗോദാവരിയിലാണ്. എവിടെ? ആന്ധ്രാപ്രദേശ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ശരാവതി നദിയിലാണ്. ജോഗ് വെള്ളച്ചാട്ടത്തിന്റെ മറ്റൊരു പേര് ഗർസപ്പോ വെള്ളച്ചാട്ടം എന്നാണ്. ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്, ഒഡീഷയിലാണ്. തുംഗഭദ്ര നദി തന്നെയാണ്, കർണാടകയിലാണ്. സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് നർമ്മദയിലാണ്, ഗുജറാത്തിലാണ്. കൃഷ്ണരാജസാഗർ കാവേരി നദിയിലാണ്, കർണാടകയിലാണ്. നിസാം സാഗർ ഗോദാവരി നദിയിലാണ്, ആന്ധ്രാപ്രദേശിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ ഏറ്റവും വലിയ നദികൾ എപ്പോഴും ചോദിക്കാറുണ്ട് നീളത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോ ആദ്യം നീളത്തിന്റെ അടിസ്ഥാനത്തിൽ ഫസ്റ്റ് ഗംഗ വരും. ഹിമാലയ നദി അല്ലെങ്കിൽ ഉപദ്വീപ് നദി, അവിടെ വേർതിരിവ് വേണ്ട. രണ്ടിലെയും നദികൾ നോക്കുമ്പോൾ ഫസ്റ്റ് ഗംഗയാണ് വരിക. രണ്ടാമത് ഗോദാവരി വരും. 3 കൃഷ്ണ, യമുന. നീളത്തിന്റെ അടിസ്ഥാനത്തിൽ കേട്ടോ. ഗംഗ, ഗോദാവരി, കൃഷ്ണ, യമുന നീളത്തിന്റെ അടിസ്ഥാനത്തിൽ വരും. ഇനി ഉപദ്വീപീയ നദികളാണെങ്കിൽ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ ഉപദ്വീപീയ നദികളിലെ ഏറ്റവും വലിയ നീളം കൂടി നദി ഗോദാവരിയാണ് കേട്ടോ. 2ാം സ്ഥാനത്ത് നമ്മൾ പറഞ്ഞു കൃഷ്ണ, 3ാം സ്ഥാനത്ത് നർമ്മദ, 4ാം സ്ഥാനത്ത് മഹാനദി, അങ്ങനെ പോകും. ഓക്കെ, ഇനി ഇവിടെ പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. കഴിഞ്ഞു. ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പോകുമ്പോൾ ഈ കാര്യങ്ങളൊന്ന് നന്നായിട്ട് മക്കളെ ശ്രദ്ധിക്കണേ. ഹിമാലയൻ നദികളുടെയും അതുപോലെ തന്നെ ഉപദ്വീപീയ നദികളുടെയും പ്രത്യേകത ഞാൻ വീണ്ടും ഒന്നും കൂടിയിട്ട് ഷോർട്ടാക്കിയിട്ട് പറഞ്ഞു തരാം. ഉപദ്വീപീയ നദികളുടെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നത് മനസ്സിലായോ? അതായത് ഹിമാലയൻ നദികള് ഹിമാലയ പർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഹിമാലയ പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. മനസ്സിലായോ? അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശമാണ്. നല്ല വിസ്തൃതമായ വൃഷ്ടി പ്രദേശമാണ്. അപരദന തീവ്രത കൂടുതലാണ്. ഇതൊക്കെ SCERT ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞത്. അപരദന തീവ്രത കൂടുതലാണ്. 1, 2, 3. അടുത്ത 4 നോക്കൂ മക്കളെ. ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. എന്താണ്? ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഓക്കെ, ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. സമതലങ്ങളിൽ വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്നുണ്ട്. സമതലങ്ങളിൽ വളഞ്ഞ് പുളഞ്ഞ് ഒഴുകുന്നുണ്ട്. അടുത്ത് പഠിക്കുക 5. ഉയർന്ന ജലസേചന ശേഷി. ഉയർന്ന ജലസേചന ശേഷി. അടുത്തത് ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത. ഉൾനാടൻ ജലഗതാഗതത്തിന്
സാധ്യത. പഠിച്ചല്ലോ, 6 കാര്യങ്ങൾ പഠിച്ചു. ഹിമാലയ പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നു, അതിവിസ്തൃതമായ വൃഷ്ടിയാണ്, അപരദന തീവ്രത കൂടുതലാണ്, ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്, സമതലങ്ങളിൽ വളഞ്ഞു പൊളഞ്ഞു ഒഴുകുന്നുണ്ട്, ഉയർന്ന ജലസേചന ശേഷിയുണ്ട്, ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യതയുണ്ട്. എങ്കിൽ ഉപദ്വീപീയ നദികളുടെ പ്രത്യേകത നമുക്ക് പഠിച്ചാലോ. ഇവിടെ ഇതാണ്, ഉപദ്വീപീയ പീഠഭൂമിയിലെ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു അല്ലെ. ഉപദ്വീപീയ പീഠഭൂമിയിലെ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. പിന്നെ വിസ്തൃതി കുറഞ്ഞ, ഇവിടെ വിസ്തൃതി കൂടുതലാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശമാണ്. അപരദന തീവ്രത കുറവാണ്. ഇവിടെ പിന്നെ എന്താണ്, ഇവിടെ അഗാധമായ താഴ്വരകളൊന്നും സൃഷ്ടിക്കുന്നില്ല. ഇവിടെ പറഞ്ഞ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല, താഴ്വരകൾ സൃഷ്ടിക്കുന്നില്ല. ഓക്കെ ആണോ. ഇനി ഇവിടെ എന്താണ്, ഉയർന്ന ജലസേചന ശേഷിയാണെങ്കിൽ ഇവിടെ എന്താണത്, കുറഞ്ഞ ജലസേചന ശേഷിയാണ്. ഇവിടെ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത കുറവാണ്. ഓക്കെ ആണോ. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട് ക്ലാസ്, എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇന്ന് ഞാൻ ഓരോ ടോപ്പിക്കിനെ കുറിച്ചിട്ടും ഇത്തിരി ഡെപ്ത് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ നാളെ മുതൽ ഞാനൊരു ക്ലാസ്സിൽ കാര്യം ശ്രദ്ധിക്കാം. നമുക്ക് അത്രയും വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം കണ്ട് ക്യാച്ച് ചെയ്തിട്ട്, ഇപ്പൊ നമുക്കറിയില്ല ഒരു ടോപ്പിക് എടുക്കുമ്പോൾ അതിന് ഏതൊക്കെ ഭാഗങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതെന്ന് അറിയാം. അപ്പൊ ആ മേഖലകൾ, ഇപ്പൊ നാളെയും ജോഗ്രഫി തന്നെയായിരിക്കും. അപ്പൊ അത് മാത്രം എടുത്തിട്ട് വേഗം നമുക്ക് ടോപ്പിക്കുകൾ കവർ ചെയ്ത് പോകാം. ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും താഴെ അഭിപ്രായങ്ങളായിട്ട് അറിയിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെയാണ് എൻ്റെ എനർജി എന്ന് പറയുന്നതും. ഓക്കെ, പരമാവധി നിങ്ങളുടെ കൂട്ടുകാർക്കും ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടാകുമല്ലോ, നിങ്ങൾ അതിലേക്കൊക്കെ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടെലിഗ്രാം ഓപ്പൺ ആയിട്ടുണ്ട്, അതുകൊണ്ട് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കുക, അതിൽ നിന്ന് ജോയിൻ ചെയ്യുക. 10ാമത്തെ ക്ലാസ് ആണ്. 9 ക്ലാസ്സും കാണാത്തവർ തീർച്ചയായിട്ടും കാണണം. തീർച്ചയായിട്ടും ആ 9 ക്ലാസ്സും കാണണം. അത്രയും വ്യക്തമായി എടുത്ത ക്ലാസ്സുകളാണ്. ഓക്കെ, താങ്ക് യു.